അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം ആവും. അപ്പോൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത എപ്പോഴും അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന്, അതായത് കർത്താവിന്റെ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള സാധ്യത എപ്പോഴും നമുക്കുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പഠിക്കുന്നതോ കേൾക്കുന്നതോ അല്ല അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകമായൊരു ഉപദേശമാണ്. ഓക്കെ, അത് നമ്മുടെ ബുദ്ധിയിൽ നിരക്കുന്ന, അല്ലെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. നമ്മൾ ലോകത്തിലുള്ള ഒരു പുസ്തകത്തിലും, നമ്മൾ കാണുന്ന ഒരു കാഴ്ചയിലും, നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രസംഗങ്ങളിലും ഒരു പക്ഷേ അപ്പോസ്തലിക ഉപദേശം ഉണ്ടാകണമെന്നില്ല. അതിന്റെ കാരണം നമ്മളുടെ സ്വാഭാവികമായ ചിന്താഗതിക്ക് എതിരെയാണ് നമ്മൾ കേൾക്കുന്ന ആത്മാവിന്റെ ഉപദേശം എന്ന് പറയുന്നത്. ജഡം എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ ബുദ്ധി എങ്ങനെ ചിന്തിക്കുന്നോ അതിന് വിരോധമായിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപ്പെടുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ബുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. കാരണം വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ആ ജഡത്തിലേക്ക് സ്ലിപ്പാവും. ശരിക്കും നമ്മൾ വിശുദ്ധീകരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ക്രിസ്തുവിനെ അനുസരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് ആ ഒരു ബലഹീനത ഉണ്ടാവും. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞത് നമ്മൾ ഓർക്കയില്ല. നമ്മുടേതായ ഒരു മെത്തഡ്, നമ്മുടേതായ ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിന്റെ ഉദാഹരണം പറഞ്ഞാല്, ഏദൻ തോട്ടത്തിൽ നമ്മൾ ആദമിനെ ഹവ്വയെ നോക്കുമ്പോൾ, ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ പരീക്ഷണം എന്തായിരുന്നു? ശരിക്കും ആദമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണ്. ആ നന്മ തിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷമായിരുന്നു. അവിടെ വേറൊരു വൃക്ഷം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എന്ത് വൃക്ഷമായിരുന്നു? അത് ജീവവൃക്ഷമായിരുന്നു. ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് അവരോട് ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല. എന്നാൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് അവരോട് ഒരു കൽപ്പന ഉണ്ടായിരുന്നു. പിശാച് അവരുടെ ഒന്ന് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവൻ എന്നും പിശാച് സംസാരിക്കുന്ന ഒരേ കാര്യമാണ്. അന്ന് ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വഞ്ചിക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഇന്നും സാത്താൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. കാരണം നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് എല്ലാം ആ പഴത്തിന്റെ ഫലമായിട്ടാണ്. ആത്മാവ് തരുന്ന ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് സ്വാഭാവിക മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ ആദമിൽ ഉണ്ടായ സ്വാഭാവിക മനുഷ്യൻ എന്താണ് സാത്താനിൽ നിന്ന് മനസ്സിലാക്കിയത്? അത് തന്നെയാണ് നമ്മൾ ലോകത്തിലെല്ലാം പഠിക്കുന്ന ഒരു പാഠം. ബേസിക്കലി അത് നന്മ തിന്മകളുടെ വിവേചനമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മോറൽ സയൻസ് ക്ലാസ്സിൽ പോയിരുന്നാലും, ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടാലും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണെന്നറിയാമോ? ഇത് നല്ലത്, ചീത്ത, ഇതേതൊന്ന് തിരിച്ചറിഞ്ഞ് നല്ലത് ചെയ്യണം. അങ്ങനെ നല്ലത് ചെയ്താൽ നിങ്ങൾ എങ്ങനെയാകും? നിങ്ങൾ ഒരിക്കൽ ദൈവത്തെ പോലെ ആകും. നിങ്ങൾ വിശുദ്ധരാകാൻ എന്ത് ചെയ്യണം? നല്ലത് ചെയ്യണം. നീതിമാന്മാരാകാൻ എന്ത് ചെയ്യണം? നന്മ തിന്മകളെ തിരിച്ചറിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ലത് ചെയ്യണം. അപ്പൊ നല്ലത് ചെയ്ത് അവസാനം നിങ്ങൾ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും. അപ്പൊ ദൈവത്തെ പോലെ ആകാൻ നമുക്ക് എന്താ വേണ്ടത്? ഒന്നാമത് നന്മ തിന്മകളെ തിരിച്ചറിയണം, നന്മ ചെയ്യണം, തിന്മ ഒഴിവാക്കണം. അങ്ങനെ ചെയ്ത് നമ്മൾ ദൈവത്തെ പോലെ ആകുമോ? സാത്താൻ അന്നും ഇന്നും നമ്മളോട് പറയുന്നത് ആകുമെന്നാണ്. അതായത് നമുക്ക് ദൈവത്തെ പോലെ ആകാനുള്ള വഴി, ദൈവം നല്ലവനായതുകൊണ്ട് നമ്മൾ ചീത്തയും നല്ലതും വിവേചിച്ചറിഞ്ഞ് നല്ലത് ചെയ്ത് അവസാനം നമ്മൾ ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ ആകണം. ഇന്ന് പലപ്പോഴും നമ്മൾ സഭയിൽ അനുസരിക്കാൻ പറയുമ്പോഴും, നമ്മൾ വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും, എന്താണ് വിശുദ്ധി എന്ന് വിശദീകരിക്കുമ്പോഴെല്ലാം നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതെല്ലാം മാനുഷികമായ പ്രവൃത്തികളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. മാനുഷികമായ പ്രവൃത്തികളിലേക്ക് നോക്കുമ്പോൾ എന്താ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും അനുസരിച്ച് പൂർത്തിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അനുസരണത്തെക്കുറിച്ച് നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നു? നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു എന്ന് ഞാൻ കേട്ടു. ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ ഇപ്പോൾ കേട്ടു. പല പ്രസംഗങ്ങളിൽ നിങ്ങൾ വിശുദ്ധരാകാനുള്ള ആഹ്വാനം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സൽപ്രവൃത്തികൾക്ക് വേണ്ടി നല്ലത് പ്രവർത്തിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാണ് എന്ന് വിചാരിച്ചോ, നിങ്ങൾ പാപം ചെയ്താൽ, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ, വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും.
എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇതിനോട്? ഓക്കെ, എഗ്രി ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ നാച്ചുറലി, അല്ലേ? പക്ഷെ അതിനകത്തൊരു വലിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കോ. എന്താ പറഞ്ഞത്? നിങ്ങൾ വിശുദ്ധ ജീവിതം ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും. അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചേ, പാസ്റ്റർ വിശുദ്ധ ജീവിതമാണോ നയിക്കുന്നതെന്ന് ചോദിച്ചേ. ഞാൻ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? സ്വാഭാവികമായിട്ട് എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? ആണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് എന്തായിരിക്കും പറയുന്നത്? ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ്, നിങ്ങളും വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ പോകാം. അപ്പോൾ അടുത്ത ചോദ്യം ഒബ്വിയസ്ലി ഇതാണ്, സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആകണം? ആരെ പോലെ ആകണം? ആരെ പോലെ ആകണം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായത്? എന്നെ പോലെ ആകണം എന്നല്ലേ മനസ്സിലായത്? ഞാൻ പോകും, നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരെ പോലെ ആകണം? അപ്പൊ നിങ്ങൾ അനുഗമിക്കുന്ന ക്രിസ്തു ആരായി? സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആരെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്? ഈ പ്രസംഗകനെ പോലെ ആകാൻ ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് കുഴപ്പം എന്താണ്? ഇതൊരു വലിയ കുഴപ്പമാണ്. നിങ്ങൾ എന്നെ പോലെ ആയ സ്വർഗത്തിൽ പോകും. ഇനി എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ പ്രസംഗിക്കുന്ന എന്നെ, ഞാൻ സ്വർഗത്തിൽ പോകും നിങ്ങളൊന്ന് അറിയണ്ടേ? ഇല്ലേ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഓക്കെ, നമുക്കറിയാം ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒരെണ്ണം ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതുപോലെയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. അത് ഞാൻ ഭയങ്കര പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ടല്ല, ഞാൻ സാധാരണ ഇത് കേൾക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഓക്കെ, അതെ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കി. സ്വർഗത്തിൽ പോകാനുള്ള എന്തനുസരണമാണ് ഞാൻ അനുസരിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കാം. ക്ലീൻ ഷേവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് പാസ്റ്റർമാർ. ഞാൻ പിന്നെ അത്ര അക്കാര്യത്തിലും ശ്രദ്ധിക്കുന്ന ആള്. വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളയാണ്, എന്നാൽ അത്ര അങ്ങോട്ട് വെള്ളയല്ല. ചില പുള്ളിയും കുത്തുകളൊക്കെ അതിനിടയിലുണ്ട്. അപ്പൊ അതൊന്നും പോരാ. പിന്നെ നമ്മൾ എന്താ ശരിക്കും അനുസരിച്ചിരിക്കുന്നത്? എന്താ അനുസരിച്ചിരിക്കുന്നത്? പഴയ നിയമം വെച്ച് നോക്കിയാൽ ശാബത്ത് ദിവസം ശുദ്ധിയായിട്ട് ആചരിച്ചിട്ടുണ്ടോ? ഇല്ല. യാഗങ്ങൾ ഏതെങ്കിലും അർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ കൊലയും വ്യഭിചാരവും ചെയ്യുന്നില്ല. അത് പുതിയ നിയമം വെച്ച് വ്യാഖ്യാനിച്ച് അതെല്ലാം ചെയ്യുന്നുണ്ട്. സഹോദരനെ പായിക്കുന്നവനെല്ലാം കൊലപാതകൻ, സ്ത്രീയെ നോക്കുന്നവനെല്ലാം വ്യഭിചാരി, അങ്ങനെ വന്ന എല്ലാം പോക്കായി. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ അനുസരിച്ചിട്ടുള്ളത്? നമ്മളെല്ലാം വിശുദ്ധരല്ലേ? അനുസരിച്ചിട്ടുള്ള എന്താന്ന് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി. നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. അനുസരിച്ചിട്ടുണ്ടോ? 49 പേരെ, അതിന്റെ കൂടെ ഇരിക്കുന്ന മറ്റുള്ളവരെ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ കൈവയ്ക്കണം. നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ അഡീഷണൽ വസ്ത്രങ്ങൾ എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത്, പൈസ എടുക്കരുത്, പൊക്കണം, മടിശീല ഒന്നും എടുക്കരുത്. അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ബന്ധുക്കളെ സുഹൃത്തുക്കളെയും വിളിക്കരുത്, വഴിയിരിക്കുന്ന കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെയും വിളിക്കണം. അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ അനുസരിച്ചിട്ടുള്ളത്? ഞാൻ നിങ്ങളോട് ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം പറയാം. സ്വർഗത്തിൽ പോകണമെന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ അനുസരണം പഠിപ്പിക്കാൻ വന്ന ഞാൻ, അനുസരണം പഠിപ്പിച്ച് വിശുദ്ധരാക്കി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്ന ഞാൻ, യേശു കർത്താവ് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും അനുസരിച്ചിട്ടില്ല. ആകെ അനുസരിച്ചിട്ടുള്ളത് സ്നാനം, അത് ശരിക്കെടുത്തതല്ല. ഈ ശരിക്കെടുത്തതല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും, ആഹാ ശരിക്കെടുക്കാതെ. നമ്മൾ മിക്കതും സ്നാനപ്പെടുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും മരിച്ച്, ലോകത്തോട് മരിച്ച് കർത്താവ് ഉള്ളിൽ ജീവിച്ച് അത് മാത്രം നമ്മുടെ ജീവിതമാണെന്ന് ഇനി പറഞ്ഞുകൊണ്ടായി സ്നാനപ്പെടുന്നത്. ശരിക്കും സ്നാനത്തിന്റെ കാര്യം പറയുന്നത് അവന്റെ മരണത്തിൽ പങ്കാളിയാകണം. ആകെ അനുസരിച്ചേക്കുന്ന അതാ. അതിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ മോശമാണ്. അപ്പൊ പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്നും എങ്ങനെ വിശുദ്ധരാകണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ വിശദീകരിക്കാൻ പോകുന്നത്, വിശുദ്ധരാക്കാൻ പോകുന്നത്? എന്ത് പഠിപ്പിച്ചിട്ടാണ്? എന്തനുസരിക്കാൻ പഠിപ്പിച്ചിട്ടാണ്? ഓക്കെ, വ്യഭിചാരം ചെയ്യരുത് എന്ന് വേണേൽ പഠിപ്പിക്കാം. അതെല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്തിന്റെ പ്രത്യേകത എന്താ? മോഷ്ടിക്കരുത്. ഓക്കെ, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ കർത്താവിന്റെ വിശുദ്ധന്മാർക്ക് വെച്ചിരിക്കുന്ന പ്രത്യേകമായ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് ഈ വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്? ഒരെണ്ണത്തിൽ തെറ്റിയാൽ എല്ലാം തെറ്റി. അങ്ങനെയെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ കർത്താവ് വന്ന സ്വർഗത്തിൽ പോകും. ആണോ ഇനി ഗിരിപ്രഭാഷണം അനുസരിക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം എന്തായാലും ഈ പ്രസംഗിച്ച ആൾ അനുസരിച്ചിട്ടില്ല എന്ന് ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. പുള്ളി എന്തൊക്കെയോ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഈ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പുള്ളി അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഓക്കെ, ഞങ്ങളും അനുസരിച്ചിട്ടില്ല. ഞങ്ങളുടെ പാസ്റ്ററും അങ്ങനെ അനുസരിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ അനുസരിക്കുന്ന ആരെയും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന വഴിക്ക് ദൈവം എന്നെ കൊണ്ടുപോയിക്കോളും എന്നാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാത്ത ഒരൊറ്റ ആൾ പോലും സ്വർഗത്തിൽ പോകില്ല. ഇനി നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കും? എന്ത് പ്രസംഗിക്കും? എന്ത് ചിന്തിക്കും? സ്വർഗത്തിൽ പോവുമോ? കർത്താവ് പറഞ്ഞ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അത് എപ്പോഴാ പറഞ്ഞതല്ലേ? ഗിരിപ്രഭാഷണം പറഞ്ഞ ശേഷം പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മേലുള്ളൊരു ഭാരമാണ്. ഇനി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഇന്നു മുതൽ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും എന്ന് പറയുമ്പോൾ ഏറ്റവും മുമ്പിൽ ആരായിരിക്കും? ഇനി ഞാനായിരിക്കും അല്ലെ? ഓക്കെ, ഇനി നമുക്ക് വിശുദ്ധനാണെന്ന് തോന്നണം, ഒന്നും അനുസരിക്കുന്നുമില്ല. എന്നിട്ട് നമുക്കൊരു ആശ്വാസം വേണ്ടേ പ്രസംഗിക്കാൻ? മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന കുറെ പ്രമാണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതനുസരിക്കും. ബൈബിളിൽ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ കുറെ പ്രമാണങ്ങൾ അങ്ങ് ഉണ്ടാക്കും, എന്നിട്ട് അതങ്ങ് അനുസരിക്കും. എന്നിട്ട് അതനുസരിക്കാത്തവരെല്ലാം കുറ്റം പറയും. എന്നിട്ട് പറയും നിങ്ങൾ ഇതനുസരിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു രഹസ്യവും കൂടെ ഞാൻ നിങ്ങളോട് പറയാം, ആരോടും പറയരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ അനുസരണം, നീതി, വിശുദ്ധി നിങ്ങൾ അനുസരിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ച് ചൂടായി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു പറയാത്ത എന്തോ ഒരു കാര്യം പുള്ളി അനുസരിച്ചിട്ടുണ്ട്. അതിന്റെ സ്വയനീതീകരണം പുള്ളിക്കുണ്ട്. അത് നിങ്ങളും കൂടെ ചെയ്ത് കണ്ടില്ലെങ്കിൽ പുള്ളിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഓ, ഇതെല്ലാം തകർക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് പ്രത്യാശയുണ്ട് കർത്താവ് വന്നാൽ പോകുമെന്ന്? പ്രത്യാശയുണ്ടോ? നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യാശിക്കാൻ പറ്റുമോ? ശരിക്കും അർഹതയുണ്ടോ കർത്താവിന്റെ അടുത്ത് പോകാൻ? എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ടോ? ഞാൻ അനുസരിച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ കൊണ്ടുപോകണം, നീ ആരെ കൊണ്ടുപോയില്ലെങ്കിലും എന്നെ കൊണ്ടുപോകണം എന്ന് പറയാൻ പറ്റും? എങ്ങനെ പറയും? അതായത് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം പോലും അനുസരിക്കാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ അനുസരണം പഠിപ്പിക്കുന്നത്? എന്നെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ, നിങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇനി 2 ദിവസം ഈ മനുഷ്യൻ എന്താണ് പറയാൻ പോകുന്നത്? ഞാൻ ഈ പറയാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് അപ്പോസ്തലിക ഉപദേശം. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗുണവുമില്ലാത്ത, അനുസരിക്കാൻ കഴിവില്ലാത്ത നമ്മൾ രക്ഷപ്പെടുന്നത്? ഇതിന്റെ സർപ്പം എന്താ വന്ന് പറയുന്നത് എപ്പോഴും? പ്രവർത്തിക്കടാ, നിന്നെ കൊണ്ട് സാധിക്കും. എന്ത് സാധിക്കും? ഈ പറയുന്ന കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് സാധിക്കും? കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയാൻ ഞാൻ ശ്രമിച്ച 2007 കത്തി കൊണ്ടല്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവ് ഈ കണ്ണില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കണ്ണിലൂടെയാണല്ലോ പാവങ്ങൾ മുഴുവൻ വരുന്നത്. എല്ലാ പാവങ്ങളും നിങ്ങൾ ആലോചിച്ച് എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പാവം. നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഒരു വണ്ടി കാണുന്നു, ആഗ്രഹം തോന്നുന്നു. കണ്ണത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? മൊബൈൽ ഫോൺ തൊട്ട്, കാറ് തൊട്ട്, വീട് തൊട്ട്, സ്ഥലങ്ങൾ തൊട്ട് എല്ലാ മോഹങ്ങളും കയറി വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് കണ്ണാണ്. അതെന്തുവാണ്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവ് ഈ കണ്ണില്ലായിരുന്നെങ്കിൽ എന്ത് നല്ല വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ കണ്ണിന് ഭയങ്കര വേദന. എന്ത് ചെയ്താൽ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ വെള്ളം വരുന്നു, വേദന. ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗ്ലൂക്കോമയാണ്. എത്ര വർഷം മുമ്പാന്നറിയാം? അന്ന് എനിക്ക്
പ്രായം പറഞ്ഞേക്കാം. ഒരു 30 വയസ്സുള്ളൂ. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. പ്രായമാർക്കാ സാധാരണ വരുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഗ്ലൂക്കോമയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാഴ്ച പോകാം. ഞാൻ കർത്താവിന്റെ തലേദിവസം എന്താ പറഞ്ഞ, കണ്ണില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. ഗ്ലൂക്കോമയാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ കർത്താവേ, ഞാൻ നന്നായിക്കോളാം, എന്റെ കണ്ണിനൊന്നും വരുത്തല്ലേ എന്നാ പറഞ്ഞു. അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുന്നതായിരുന്നു എനിക്ക് ആലോചിക്കാൻ പോലും ഇപ്പോഴും പറ്റത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെയാ നീതിമാന്മാരാന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്ത് പോയി നിൽക്കുന്നത്? തൽക്കാലം ഇത്രയും കേട്ടപ്പോ ഒരു ആശ്വാസമായില്ലേ? നമ്മളെല്ലാം പോക്കാണെന്ന് മനസ്സിലായില്ലേ? അല്ലെ? അപ്പൊ വലിയൊരു ആശ്വാസമായി. സത്യം പറഞ്ഞ് വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം അനുസരിച്ച് തീർത്തിട്ട് എന്ന് പോകാനാ? അപ്പൊ ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പൊതുജനങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്ന സുവിശേഷം കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ എന്ന് ഒരു പിടിയുമില്ല. ലോകം മുഴുവൻ വണ്ടടിച്ച് നിൽക്കും. ഇമാരുടെ ഒരു പ്രസംഗം ഒരെണ്ണം അനുസരിക്കുന്നില്ല. പണ്ട് എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ്, പുള്ളി ഭയങ്കര പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചൊക്കെ ഒത്തിരി എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആകെ ഒരു ക്രിസ്ത്യാനി മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. ബാക്കിയെല്ലാം കണക്കാണ്. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞത്. ക്രിസ്തു എന്നൊരാളുണ്ട്, ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരെണ്ണം എഴുതാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ല. ഒരു മനുഷ്യനെ കൊണ്ടും ഇങ്ങനെ ഉപദേശം കൊടുക്കാനും പറ്റില്ല. ക്രിസ്തു കൊള്ളാം, പക്ഷെ ക്രിസ്ത്യാനികളെല്ലാം ശരിയാണല്ല, എല്ലാം കള്ളന്മാരാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ കള്ളന്മാരെ നമുക്ക് തന്നെ മനസ്സിലായില്ലേ? ഇതൊന്നും അനുസരിക്കാതെയല്ലേ നമ്മൾ നീതിമാന്മാരാ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞു നടക്കുന്നത്? നമ്മുടെ പിള്ളേർ ഇത് വായിക്കുമ്പോൾ ഉടനെ പറയും, എന്തനുസരിച്ചിട്ടാ ഈ അപ്പനും അമ്മയും പറയുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് മറുപടി പറയും? എന്തിനാ യേശു കർത്താവ് ഇങ്ങനത്തെ കട്ടി കട്ടി കാര്യങ്ങൾ പറഞ്ഞു തന്നേക്കുന്നത്? ഈ യേശു കർത്താവിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? നിങ്ങൾ നന്നാക് എന്ന് കള്ളുകുടിയന്മാരോട് പറയാം, സിഗരറ്റ് വലിച്ച് നടക്കുന്നവരോട് പറയാം, അല്ലെങ്കിൽ ലോകത്തിൽ ദുർമാർഗത്തിൽ ജീവിക്കുന്നവരോട് പറയാം നന്നാക്. നമ്മളിനി എങ്ങോട്ട് നന്നാകാന്? ഓ, മാസ്റ്റർ എന്ത് അഹങ്കാരം പറയുന്നത്, നമ്മളിനി എങ്ങോട്ട് നന്നാകാനാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തോരം നന്നാകാനുണ്ട്. ഉണ്ട്, പക്ഷെ നമ്മൾ നന്നായി തീരാൻ പോകുന്നില്ല. എത്ര ശ്രമിച്ചാലും നമ്മളാരും നന്നാകാൻ പോകുന്നില്ല. സമാധാനമായോ? ഈ ഡോക്ടർമാർ സാധാരണ, ചില ഡോക്ടർമാർ ഭയങ്കര മൈൽഡ് ആയിരിക്കും, അവർ തുറന്നു പറയല്ല, നമുക്ക് നോക്കാം, അടുത്ത പ്രാവശ്യം 2-3 ടെസ്റ്റ് കൂടെ ചെയ്യാം എന്നൊക്കെ പറയും. വേറെ ചില ഡോക്ടർമാർ അങ്ങനെയല്ല, പോക്കാണ്, 1 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് പറയാണ്, ഞാൻ തുറന്നു പറയാണ്, നിങ്ങൾ ആരും നന്നാകാൻ പോകുന്നില്ല. എത്ര തീരുമാനം എടുത്താലും തോറ്റു പോവുള്ളൂ. നിങ്ങൾ എത്ര ഉപവാസം എടുത്താലും പാപത്തെ ജയിക്കാൻ പറ്റില്ല. ഇത് ആര് പറയുന്നതെന്നറിയോ? ബൈബിള് പറയുന്നേ. ഞെട്ടണ്ട. പഴയൊരു പാട്ട് നിങ്ങൾ പാടാറുണ്ടോ? പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിൽ രക്തം നീർ, ഞാൻ പാപത്തെ നീക്കി ശുദ്ധി ചെയ്യട്ടെ. അറിയോ നിങ്ങൾക്ക് ആ പാട്ട്? അതിൽ ആദ്യത്തെ സ്റ്റാൻസ് എങ്ങനെയാണെന്നറിയാം? കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ. കൽപ്പന കാത്തിടുവാൻ ഞാൻ ആരല്ല? ഒട്ടും പ്രാപ്തനല്ല. മനസ്സിലായിട്ടുണ്ടോ നമ്മൾ പ്രാപ്തരല്ല എന്ന്? അതനുസരിക്കാൻ ഇപ്പോഴും സാത്താൻ പറഞ്ഞ കേട്ട് ദൈവത്തെ പോലെ ആകാൻ നോക്കുവാണോ? കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യം ഏറിയാലും, ലോകത്തെ മുഴുവൻ വെറുത്താലും, കണ്ണുനീർ ചോരിഞ്ഞാലും, എത്ര നിലവിളിച്ചാലും, അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ could my tears no respite no എന്ന് പറഞ്ഞാൽ, എന്റെ കണ്ണുനീർ മുറിയാതെ പ്രവഹിച്ചാലും, എന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നാലും വന്നിടാ പാപനാശം. നമ്മൾ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപമെല്ലാം തീരുമെന്ന്. അതെല്ലാം നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. നമ്മുടെ കണ്ണുനീരിന് പാപത്തെ കഴുകാനുള്ള കഴിവൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ ഒരുത്തന്റെ കണ്ണുനീരിനാലും പാപങ്ങൾ കഴുകപ്പെടുകയില്ല.
അപ്പൊ ശരിക്കും നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല. ഇതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒന്നാമത്തെ തട്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ബി വിക്ടോറിയസ് ഓവർ സിൻ ബൈ അവർ എഫേർട്ട്. നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും നന്നാകില്ല. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. നന്നാവില്ല എന്നങ്ങ് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ, അല്ലേ? ശരിയല്ലേ? പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് രണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, നന്നാകാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഇനി അടുത്തത്, നമ്മൾ പോകും എന്നുള്ളതാണ്. എന്നാ നമ്മൾ പരിശ്രമിച്ചാലോട്ട് നന്നാവുകയില്ല താനും. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത്? എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? ഇത് മനസ്സിലാക്കാനാണ് നമുക്ക് ലേഖനങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ രക്ഷ എങ്ങനെയാണ് നമ്മളിൽ നടപ്പാകുന്നത്? എങ്ങനെയാണ് നമ്മൾ പാപത്തെ തോൽപ്പിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ നമുക്ക് കർത്താവിന്റെ ഉപദേശം എന്താണ് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. എന്താണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്? രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമില്ലേ? ദൈവം എങ്ങനെയാണ് നമുക്ക് രക്ഷ ഒരുക്കി വെച്ചതെന്നും എങ്ങനെയാണ് ഈ രക്ഷ നമ്മളിൽ നിറവേറ്റുന്നതെന്നും അതിനെയാണ് നമ്മൾ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വിശുദ്ധരായി മാറും, ഷുവർ. നമ്മൾ സ്വർഗത്തിൽ പോകും, ഷുവർ. പക്ഷെ നമ്മളെ കൊണ്ട് അത് കഴിയില്ല. കഴിയില്ലെങ്കിൽ ആരെ കൊണ്ട് കഴിയണം? നമ്മളെ വിളിച്ചവനെ കൊണ്ട് കഴിയണം. ഇപ്പൊ രക്ഷ ആരുടെ ദാനമായിട്ടേ വരുള്ളൂ? നമ്മുടെ പ്രവൃത്തികളാൽ വരില്ല. അത് കുഞ്ഞാടിന്റെ ദാനമായി മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പ്രവർത്തിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ രക്ഷ എന്ന് പറയുമ്പം അതിനകത്തെ വിശുദ്ധീകരണവും അനുസരണവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളും ക്രിസ്തുവിന്റെ സ്വന്തമാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന പണികൾ. 1 കൊരിന്ത്യർ 1:30 പറയുന്നു, നാമോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. He became to us from God. ദൈവത്തിൽ നിന്ന് അവൻ നമുക്ക് എന്തായി തീർന്നു? ജ്ഞാനവും നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. നമ്മൾ എന്ത് ചെയ്താലും ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റില്ല. ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ ചെന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാം. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് ഇതുള്ളത്. അപ്പൊ അവൻ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര വിഷമമായി. വല്ലപ്പോഴുമാണ് ഈ ഒരു വിലയേറിയ ആത്മാവ് വരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ സാധാരണക്കാരുടെ ആത്മാക്കളാണ് വരാറുള്ളത് സഭയിൽ. എന്നാൽ വല്ലപ്പോഴുമാണ് വലിയ മീനെ വലയിൽ കുരുങ്ങുന്നത്. അത് പാസ്റ്റർമാർക്കൊക്കെ വളരെ സന്തോഷമാണ്. അപ്പൊ ശിഷ്യന്മാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ മീൻ കുരുങ്ങി. കർത്താവ് എന്ത് ചെയ്തു? അവനെ പിടിച്ച് തിരിച്ച് കടലിലോട്ടിട്ടു. അവനെ പറഞ്ഞു വിട്ടു. അപ്പൊ ശിഷ്യന്മാർ പറയാ, എന്താണ് ഈ പണി ഇങ്ങനെ ചെയ്തു? അപ്പൊ കർത്താവ് പറഞ്ഞു, ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടക്കുന്നതാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം. അപ്പൊ നമ്മുടെ ചർച്ചിൽ ധനവാന്മാർ വന്നാൽ നമ്മൾ എന്തായിരിക്കും അവരോട് പറയേണ്ടത്? ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടന്നാലും നീ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നാലേ പറഞ്ഞ കർത്താവ് ശരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സഭയിൽ എന്ത് സംഭവിക്കും? വലിയ ആത്മാക്കളൊന്നും വരികയില്ല. അതുകൊണ്ട് നമ്മുടെ ചേട്ടന്മാര്, കുറെ കമന്ററി എഴുതുന്നവരെ, വ്യാഖ്യാനം എഴുതുന്ന കുറെ ചേട്ടന്മാർ എന്ത് ചെയ്യുന്നറിയാം? ഇതിന് ഇത്തിരി പരിഷ്കാരം വരുത്തി. അവർ പറഞ്ഞു, ഈ സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂചിക്കുഴയല്ല. അത് യെരുശലേം പട്ടണത്തിന്റെ ഒരു ഗേറ്റ് ആണ്. ആ ഗേറ്റിന്റെ പേരാണ് സൂചിക്കുഴ. അപ്പൊ അതിന് ഒട്ടകങ്ങൾ പോകാൻ നേരത്ത് കുറച്ച് ലോഡ് അൺലോഡ് ചെയ്തിട്ട് പോകണം. അത്രയേ ഉള്ളൂ കേസ്. ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം, അടുത്ത രഹസ്യം. ഇതും ആരോടും പറയരുത്. അങ്ങനത്തെ ഒരു ഗേറ്റ് ഒന്നും ഇല്ല. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഗേറ്റ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒട്ടകങ്ങളെ അകത്ത് വേണം, അതുകൊണ്ട് വെച്ച ഗേറ്റാണ്. പക്ഷെ യേശുക്രിസ്തു അത് പറഞ്ഞപ്പം ഇന്നിപ്പോ നമ്മൾ ഒട്ടകങ്ങളല്ല, ആനകളെ കയറ്റിവിടാനുള്ള ഗേറ്റുകൾ പണിത് വെച്ചിട്ടുണ്ട്.
ആനകൾ എന്തായാലും മാനസാന്തരപ്പെട്ട് വരാൻ പോകുന്നില്ല. അപ്പൊ ആനകളെ കയറ്റാൻ രീതിയിൽ നമ്മൾ ചർച്ച അങ്ങ് വലുതാക്കി കൊടുത്തു, ഡോർ അങ്ങ് വലുതാക്കി കൊടുത്തു. വലിയ സൂചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ. ആനയ്ക്കും ജിറാഫിനും എല്ലാം കയറി ഇറങ്ങാം. പക്ഷെ ശിഷ്യന്മാർക്ക് അപ്പൊ തന്നെ മനസ്സിലായി യേശു പറഞ്ഞ എന്താ, ഇതൊരു സൂചിക്കകത്തോടെ ഒരു നൂല് കയറ്റാൻ പാട് നമുക്കറിയാം. ഒന്നാമത് എനിക്ക് കണ്ണിന്റെ മുകൾവശവും കാണാൻ മേല, താഴ്വശവും കാണാൻ മേലാത്ത ആളാണ് ഞാൻ. കണ്ണട വെക്കാൻ അതിന്റെ രസം അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് മറവി. ഞാൻ കണ്ണട എടുത്തുകൊണ്ട് വന്ന് എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ വായിക്കാനൊക്കെ വലിയ പാടുപെട്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നു. എഴുന്നേറ്റ് പോയാൽ നിങ്ങൾ എന്ത് തോന്നും? അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകാതെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സൂചിയിലൂടെ ഒരു നൂല് കയറ്റാൻ പെടുന്ന പാട് നമുക്കറിയാം. ഒട്ടകത്തെ കയറ്റേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. കർത്താവ് പറയാണ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ മാൻ. അവിടെ പറയുന്നത് മനുഷ്യരാൽ അത് അസാധ്യം. വേദപുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്നതും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്നതും മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. അപ്പൊ നമുക്ക് എന്ത് വേണം? ദൈവത്തിന് ഇത് സാധിക്കും നമ്മൾ ആദ്യം വിശ്വസിക്കണം. അത് എബ്രഹാം വിശ്വസിച്ചതുപോലത്തെ ഒരു വിശ്വാസമാണ്. അതായത് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രം വിശുദ്ധീകരിച്ചെടുക്കാൻ ദൈവത്തിന് പറ്റും. അതിന് എന്റെ പരിശ്രമമല്ല, ക്രിസ്തുവിന്റെ പരിശ്രമമാണ്. എബ്രഹാം അങ്ങനെയായിരുന്നു. എബ്രഹാമിന്റെ കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വലുതാക്കും. എബ്രഹാം അതൊരു വാഗ്ദത്തമായിട്ട് ഇങ്ങെടുത്തു. പ്രായം നല്ല പോലായി. 100 വയസ്സായപ്പോഴാണ് ഇസ്ഹാക്കിനെ കിട്ടുന്നത്. ഇസ്മായിലൊക്കെ പോയി. ഇനി ആകെ ഉള്ളത് ഒരു ഇസ്ഹാക്ക്. പ്രായം ഒരു 115 വയസ്സായപ്പം, സാറ മരിക്കാറായപ്പം കർത്താവ് പറയാണ്, നീ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം. വാഗ്ദത്തം എന്താ? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. ആകെ ഉള്ളത് ഒരു ഇസ്ഹാക്ക്. കർത്താവ് പറയാണ്, നിന്റെ ഏക സന്തതിയെ യാഗം കഴിച്ചേക്ക്. അപ്പൊ അവസാനത്തെ കപ്പാസിറ്റി ഇസ്ഹാക്ക. ഇനി ഇല്ല. പ്രായം 100 വയസ്സായപ്പോ തന്നെ കഷ്ടിച്ചാണ് ഈ കൊച്ചുണ്ടായത്. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് ആ കൊച്ച് പോയാൽ പിന്നെ ഒരു വഴിയില്ല. അപ്പൊ എബ്രഹാം എന്ത് ചെയ്യുക? എബ്രഹാം വിശ്വസിക്കുകയാണ്. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇസ്ഹാക്കിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി എനിക്ക് മക്കളെ തരും. എങ്ങനെയായാലും അവൻ അവന്റെ വാഗ്ദത്വം നിറവേറ്റും എന്ന് എബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് യാഗം അർപ്പിക്കാൻ പറ്റിയത്. വാഗ്ദത്തിൽ ഉറച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒന്നുകിൽ ഇസ്ഹാക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ ഇല്ലാത്തിടത്ത് നിന്ന് കർത്താവ് മക്കളെ തരും. ഇത് ആരാ എനിക്കെങ്ങനെ മനസ്സിലായെന്നറിയാം എബ്രഹാം ഇതാ വിശ്വസിച്ചതെന്ന്? അത് പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു കയറ്റുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. അതുകൊണ്ട് എബ്രഹാമിന് എന്ത് പറ്റിയെന്നറിയോ? എബ്രഹാമിന് മരിച്ചവരിൽ ഇടയിൽ നിന്ന് എന്ന പോലെ ഇസ്ഹാക്കിനെ തിരിച്ചു കിട്ടി. അപ്പം പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം ഓക്കെ നിറവേറി. ഇനി ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചു വരുത്തുന്ന പോലെ എബ്രഹാമിന് നമ്മളെ പോലെ കുറെ മക്കളെയും കിട്ടി. നമ്മൾ ശരിക്കും മക്കളല്ലായിരുന്നു. അപ്പൊ ദൈവം ഇല്ലാത്തടത്ത് നിന്ന് വലിച്ച് പറക്കി എബ്രഹാമിന് കുറെ പിള്ളേരെ കൊടുത്തു. വിശ്വാസത്തിൽ അവൻ നമ്മുടെ പിതാവായി. വിശ്വാസത്തിന്റെ പിതാവ്. ഇപ്പൊ 2 വാഗ്ദത്തങ്ങളും നിറവേറിയത് എബ്രഹാമിന്റെ മിടുക്കൊണ്ടാണോ? അല്ല. എബ്രഹാമിന് ഒന്നും കൊടുക്കാനില്ലായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി. പക്ഷെ ദൈവത്തിനൊന്നും ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിനൊന്നും കൊടുക്കാൻ പറ്റില്ല. അവനിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം അവൻ അത്ര വലിയ സമ്പന്നനാണ്. നമ്മൾ അങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതാണ് ഹംബിൾനെസ്, വിനയം. ദൈവത്തിന് നമ്മൾ കൊടുക്കുകയല്ല, ശരിക്കും ദൈവത്തിൽ നമ്മൾ വാങ്ങിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എബ്രഹാമിന് ഒരു വിശ്വാസത്തിന് ഒരു തലവും കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നറിയാം? നമുക്ക് ഒരു മകൻ ഉണ്ടാവുമെന്ന് വെച്ചോ. ഒറ്റ മകൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എന്തായിരിക്കും അറിയാം? ആ ഒരു മകൻ ഒരു വീട് വേണം. ഉള്ള വീട് മതി, അവൻ കൊടുത്തേക്കാം. നമ്മൾ വേറെ വീടൊന്നും പണിയാൻ പോകണ്ട. ലാഭമാണ് പരിപാടി. 2 പിള്ളേരുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾ വീട് ഉണ്ടാക്കണം. 100 പിള്ളേരുണ്ടെങ്കിലോ 100 പേരെ സെറ്റിൽ ചെയ്യിപ്പിക്കുക ഒരു ജീവിതം കൊണ്ട് പറ്റില്ല. അത്ര അധ്വാനം.
അപ്പൊ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടാവുന്ന എബ്രഹാമിന്റെ അവസ്ഥ എന്തായിരിക്കും? എബ്രഹാം പറയാണ്, മനസ്സുകൊണ്ട് പറയാണ്, ഓ, ദൈവം ഇത്രയും പിള്ളേരെ എന്തായാലും തരാതിരിക്കില്ല, തരും. അപ്പൊ ഇത്രയും പിള്ളേരെ തരുമ്പം ഇവരെ എവിടെ കൊണ്ടേ താമസിപ്പിക്കും? ഏത് പട്ടണത്തിൽ കൊണ്ടേ താമസിപ്പിക്കും? അതുകൊണ്ട് എബ്രഹാം ഇതിന്റെ കൂടെ വിശ്വസിക്കുകയാണ്, ഇത്രയും പിള്ളേരെ തരുമെന്ന് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും തരും. പക്ഷെ അങ്ങനെ തരുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേര് വരണമെങ്കിൽ അതിന് ദൈവം ശില്പിയായി പണിയുന്ന ഒരു അടിസ്ഥാനമുള്ള ഒരു നഗരവും കൂടെ അതിന്റെ കൂടെ കാണും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് താമസിക്കാൻ ടെന്റ് മതി എന്ന് എബ്രഹാം തീരുമാനിക്കുകയാണ്. എബ്രഹാമിന്റെ ഫെയ്ത്ത് എവിടം വരെ ചെന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അങ്ങ് വിശ്വസിച്ചപ്പോഴേക്കും, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചപ്പോഴേക്കും എബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്ന പുനരുത്ഥാനത്തിനപ്പുറത്ത്, തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്നു. ആ ഒരൊറ്റ ഫെയ്ത്തിനാൽ എബ്രഹാമിന്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എബ്രഹാം 15-ാം അധ്യായത്തിൽ കാണുന്ന എബ്രഹാം അല്ല 25-ാം അധ്യായത്തിലുള്ളത്, 24-ാം അധ്യായത്തിലുള്ളത്. 15-ാം അധ്യായത്തിൽ എബ്രഹാമിന് വലിയ വിശ്വാസമൊന്നുമില്ല, പേര് എബ്രഹാം എന്ന്. ഈ എബ്രഹാമിന്റെ കഥ ആലോചിച്ച് ശരിക്കും നമുക്ക് വിഷമം തോന്നും. കാരണം ഒരു നല്ല ഭർത്താവൊന്നും അല്ലായിരുന്നു എബ്രഹാം. സാറ യജമാനെ എന്നൊക്കെ വിളിച്ചു, സാറയുടെ മര്യാദ. പക്ഷെ എബ്രഹാമിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ യജമാനെന്നും വിളിക്കാൻ പറ്റിയല്ല. കാരണം അവിടുത്തെ രാജാവ് ഇവിടെ തട്ടിക്കൊണ്ടുപോകുന്നു, ഭാര്യ തട്ടിക്കൊണ്ടുപോകുന്നു മനസ്സിലായപ്പോ എബ്രഹാം എന്താ പറയുന്നറിയാം? നിന്നെ കൊണ്ടുപോയിക്കോട്ടെ, എന്റെ തടി രക്ഷിക്കാൻ വേണ്ടി നീ എന്നെ ആങ്ങളെന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, നിന്നെ എന്തായാലും അവർ കൊണ്ടുപോകും. അപ്പൊ ഞാൻ ഭർത്താവാന്ന് പറഞ്ഞാൽ എന്നെയും കൊന്നുകളയും. അപ്പൊ എനിക്ക് നിനക്ക് വേണ്ടി മരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നീ ഏതെങ്കിലും രാജാവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചോ, എന്റെ ജീവൻ തടി തപ്പി തന്നാ മതി. അതുകൊണ്ട് നീ കള്ളം പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആളാണ് എബ്രഹാം. ഇത് കേൾക്കുമ്പോ ഏത് ഭാര്യയ്ക്കും ദേഷ്യം വരേണ്ടത്? കിട്ടിയാൻ പറ്റാത്ത ഒളിച്ചോടി പോകുന്ന ഭർത്താവ്. പക്ഷെ സാറ ആ ഭർത്താവിനെ യജമാനൻ എന്നാണ് വിളിച്ചത്. സാറയുടെ സന്മനസ് എന്ന് വേണേൽ പറയാം. പക്ഷെ എബ്രഹാം, ആ ഒരു ബലഹീനനായ പേടിക്കുന്ന എബ്രഹാമിനെ അല്ല നമ്മൾ 24-ാം അധ്യായം വരുമ്പോഴേക്കും കാണും. ആരാണ് അവനെ പണിതത്? അവൻ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അവൻ ആകെ ചെയ്ത ഒരു പണി ഇസ്മായിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിന്റെ ഉപദ്രവം ഇന്നേ വരെ ലോകത്തുനിന്ന് മാറി. ശരിക്കും മനുഷ്യൻ എന്ത് ചെയ്താലും അതിൽ ഇസ്മായിലിനെ ഉണ്ടാക്കാനേ അവന് പറ്റുള്ളൂ. വാഗ്ദത്തം നിറവേറ്റാനുള്ള കഴിവ് മനുഷ്യനില്ല. അതിന് ദൈവം തന്നെ ഇടപെടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? നമ്മെ ക്രിസ്തുവിന്റെ കൂടെ തേജസ്സിൽ ഇരുത്താമെന്നുള്ളതാണ്. ആ വാഗ്ദത്തം നിറവേറ്റാനുള്ള കഴിവൊന്നും നമുക്കില്ല. ആ വാഗ്ദത്തം നിറവേറ്റാൻ കർത്താവിന് പറ്റും. പിന്നെ കർത്താവിന്റെ ഒരു വഴിയുണ്ട്, നമ്മളെ വിശുദ്ധീകരിക്കാനും സ്വർഗത്തിലെത്തിക്കാനും. ഈ വഴി എന്താണ് എന്നാണ് ഓരോ സഭയും പഠിക്കേണ്ടത്. ഓരോ ഉപദേശകനും അവിടെയാണ് അപ്പോസ്തലിക ഉപദേശത്തെ എത്തിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? പോകുമോ? ആ ഉറപ്പ് എങ്ങനെ പ്രാപിക്കാം? അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച്, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്, രക്ഷയുടെ ഉറപ്പ് എന്താണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. പല ആൾക്കാരും വിശ്വസിക്കുന്ന പേടിപ്പിച്ചാലേ ആൾക്കാർ നന്നാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പേടിപ്പിച്ച് പ്രസംഗിപ്പിച്ചിട്ട് എന്ത് പറയുന്നറിയോ? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മോപദേശം എന്ന് പറയുന്നതിന്, ധർമ്മോപദേശം. ഈ ധർമ്മോപദേശം പറയുന്ന പാവം മനസ്സിലാക്കുന്നില്ല, ഇവൻ പറയുന്നതല്ല ഇവനെതിരെ തിരിച്ചടിക്കുന്നുള്ള കാര്യം. ഇവനൊന്നും അനുസരിക്കുന്നില്ല. അപ്പൊ നമ്മൾ സഹോദരനെ വിധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമോ അതേ വിധിയാൽ നമ്മൾ വിധിക്കപ്പെടുക. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ധർമ്മോപദേശം ഉപദേശിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ 2 ഉടുപ്പുള്ളവന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന്? നാളെ നിങ്ങൾ നോക്കും ഇതേ ഷർട്ട് തന്നെയാണോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേ പ്രശ്നം എന്നോട് ഉണ്ടാക്കും. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനിയേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും പറഞ്ഞ് എനിക്ക് തടി രക്ഷിക്കാമെന്ന് മാത്രമല്ല നല്ല പ്രസംഗവും പ്രസംഗിക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പൊ നമ്മൾ വിശുദ്ധിയുടെ പ്രസംഗം ഒരു ധർമ്മോപദേശമായിട്ട് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം, നമ്മളത് അനുസരിക്കുന്നില്ല, ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്ത് കാര്യം അവതരിപ്പിക്കണം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ നീതി എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണെങ്കിൽ അതിനർത്ഥം പുള്ളി ക്രിസ്തുവിൻ്റെതല്ലാത്ത ഏതോ ഒരു പ്രവൃത്തി ചെയ്ത് അതിൽ അഹങ്കരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചില ആളുകൾ വിശ്വസിക്കുന്ന രോഗം വന്നാലും ആശുപത്രി പോകരുതെന്നാണ്. വാക്സിനേഷൻ എടുക്കരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാക്സിനേഷൻ 666ആണ്. വേറെ പണിയൊന്നുമില്ല. ഉള്ള നേരത്തെ പോയി വാക്സിനേഷൻ എടുത്തു. ഒരു 666 ഇല്ല അതിനകത്ത്.
എത്രയോ വാക്സിനേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു ചെറുപ്പത്തിൽ ജനിക്കുന്നതിന് മുമ്പ്, ജനിക്കുന്ന ഉടനെ തന്നെ. അതുപോലെ ഒരു വാക്സിനേഷൻ. ഇത് അന്ത്യകാലത്ത് ഈ മതം എന്ന് പറയുന്നത് തന്നെ ഒരു ഭ്രാന്താണ്. ഞാൻ ഇന്നലെ വാക്സിനേഷൻ എടുത്തു കേട്ടോ. എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല. പക്ഷെ എന്തിനാ വാക്സിനേഷൻ എടുത്തതെന്നറിയാം? ഈ മരണത്തെ പേടിയുള്ള ഒത്തിരി എണ്ണം എന്റെ ചുറ്റുമുണ്ട്. എനിക്കിത് പിടിക്കുന്ന വഴി നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം ഈ പല സ്ഥലത്തും കറങ്ങി നടക്കുന്നുണ്ട്. അവൻ രക്ഷിക്കപ്പെടാത്തവനെല്ലാം അങ്ങ് പോവും. രക്ഷിക്കപ്പെടാതെ ഞാൻ കാരണം തട്ടിപ്പോവും. കുറെ എണ്ണത്തിനെ കൊല്ലും ഞാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഗവൺമെന്റ് പെടാപ്പാട് വിടുമ്പോ ഞാനും ഒന്ന് കൂടിയേക്കാം അവരുടെ കൂടെ. എന്തെങ്കിലും ആട്ടെ. ഇതൊന്ന് പിടിച്ചു കെട്ടാൻ എന്റെ ഒരു പങ്ക്. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഉള്ള നേരത്തെ പോയി എടുത്തു. ഒരു ഉപദേശം എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. തീരുമാനമൊക്കെ നിങ്ങളുടെയാണ്. പക്ഷെ ഇതിനെതിരെ ആൾക്കാർ പറയും ഇത് എതിർ ക്രിസ്തുവാണ്, ഇത് 666 ഒരു കുത്തിവെപ്പ് എടുക്കുന്നതിനകത്ത് എന്ത് എതിർ ക്രിസ്തു? ഞാനത് പറയും നമ്മുടെ ജീനുകളെ മാറ്റിക്കളയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീനുകൾ എങ്ങനെ മാറ്റാനാണെങ്കിൽ എത്രയോ സൂപ്പർ ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് ഉണ്ടാക്കാന്നറിയോ? ഇത്തിരി നല്ല ജീൻ എടുത്ത് കുത്തിവെച്ചാൽ പോരെ? നമ്മളെല്ലാം സ്വഭാവം മാറ്റാൻ മേലെ? അങ്ങനെയൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ആൾക്കാരെ അടിച്ചടിച്ച് വിടുക. ഇത് ഈ വൈറസിന്റെ തന്നെ ഒരു ചെറിയ സാധനത്തെ നമ്മുടെ അകത്ത് കയറ്റി വിടും. അപ്പൊ നമ്മുടെ ശരീരം ചാണ്ടി എഴുന്നേക്കും വൈറസിനെ കൊല്ലാൻ വേണ്ടി. അപ്പം വൈറസ് ഒന്നുമില്ല. നമ്മുടെ ആരോഗ്യം ശക്തി പ്രാപിക്കും. ഒറിജിനൽ വൈറസ് വരുമ്പോൾ നമ്മൾ അടിച്ചു ഓടിക്കും. ആ ശക്തി നമ്മുടെ ശരീരത്തിന് കൊടുക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. സൂത്രത്തിൽ ഒരു വൈറസിന്റെ അകത്തെ ആ പ്രോട്ടീൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഈ വൈറസ് നമ്മുടെ അകത്ത് കയറ്റി വിടും. അത് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റിയില്ല, വളരാനും പറ്റിയില്ല. അതിനെ തകർക്കാനുള്ള ശക്തി നമ്മുടെ ശരീരം പ്രാപിക്കും. ഇങ്ങനെയാണ് എല്ലാ വാക്സിനേഷനും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ വെച്ച് നമ്മളൊരു നീതി ഉണ്ടാക്കും. പണ്ട് ചില സഭകളില് ആശുപത്രി പോയ പിന്നെ കർത്തൃമേശ കൊടുക്കില്ല. ഇന്നും ചില സഭകൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ബൈബിളിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ അസുഖം വന്നാലും ആശുപത്രിയിൽ പോകരുത്, ആശുപത്രിയിൽ പോകുന്നത് അവിശ്വാസമാണ്, പാപമാണ്. ബൈബിളിൽ ഏതെങ്കിലും അധ്യായം വാക്യമുണ്ടോ? ഇല്ല. ഈ ആൾക്കാർ ചൂടാവുന്ന കാണുമ്പോഴേ അറിയാമോ അങ്ങനെ ബൈബിൾ ഉണ്ടാവില്ല. കാരണം ബൈബിളിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ആർക്കും ചൂടാവാൻ പറ്റില്ല. ഇത്രയും ചൂട് നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറയുന്ന വാക്യത്തോടെ എന്താ ഉണ്ടാകാത്തെ? എന്താ ഉണ്ടാകാത്തെ? അതാണ് ബൈബിൾ 1-2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതെന്താ നമുക്കൊരു ചൂട് തോന്നാത്തത്? അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ അനുസരിക്കേണ്ടത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ അനുസരിക്കുകയുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നു, നമ്മളെ ആൾക്കാർ ബഹുമാനിക്കുന്നു, നമ്മെ കൊള്ളാൻ കേട്ടോ അവന്റെ ഫെയ്ത്ത് എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ശരിക്കും പറയുന്നത് സ്വേച്ഛാരാധന എന്ന്. കൊളോസ്യ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടോ 2-ാം അധ്യായത്തിന്റെ അവസാനം? സ്വേച്ഛാരാധനയിൽ താഴ്മയിലും രസിക്കുന്നവർ. ഈ സ്വേച്ഛാരാധന എന്ന് പറയുന്നത് എന്താണെന്നറിയോ സാധനം? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ആരാധിക്കുന്നതാണ് സ്വേച്ഛാരാധന. പിന്നെ മനസ്സിലായത് അങ്ങനെയല്ല. സ്വ സ്വ ഇച്ഛയെ ആരാധിക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതിന് വിൽ വർഷിപ്പിംഗ് എന്ന്. അതായത് എന്റെ വിൽ പവറിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞു കണ്ടോ, ഞാൻ ഇത്രയും നാളായിട്ട് അതിനൊരു വൈബ്രേഷൻ ഒക്കെ വേണം, എന്നാലേ നമുക്കത് ആ ഒരു വിൽ പവർ ശരിക്കും നമുക്ക് വരുള്ളൂ. ഇത്രയും അസുഖമുണ്ടായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയില്ല, നിങ്ങൾ എന്റെ വിൽ പവറിനെ നോക്കൂ, ഒന്ന് വണങ്ങിയേക്കൂ. ആരാ അവിടുത്തെ രാജാവെന്നറിയാം? ഈ വിൽ പവറാ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തൊരു മനുഷ്യനാണ്, എന്തൊരു വിൽ പവറാ. ശരിക്കും നമ്മൾ എന്ത് വിശ്വാസം എന്നാ പറയുന്നത്, പക്ഷെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? പുള്ളിയുടെ വിശ്വാസത്തെ അല്ല, ഈ വിൽ പവറിനെയാണ്. വർഷിപ്പിംഗ് വിൽ എന്ന് അതിന് പറയുന്നത്. വിൽ വർഷിപ്പിംഗ്. എന്ന് പറഞ്ഞു വരാനുള്ള കാരണം ധർമ്മോപദേശം കൊണ്ട് ഒരുത്തിനും നന്നാകാൻ പറ്റുകയല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിന്റെ ഒരു കൽപ്പനയും ധർമ്മോപദേശത്തിലൂടെ പൂർത്തിയാവുകയില്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ കൽപ്പന പൂർത്തിയാക്കുക? ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ പറയാം. ചിത്രീകരണം, വാക്കുകൾ കൊണ്ടുള്ള വേർഡ് പിക്ചർ എന്ന് പറയും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മാങ്ങാപ്പഴം തരുമെന്ന് വിചാരിച്ചു. എന്നിട്ട് പറയാണ് 9 മണിയാകുമ്പോൾ ഈ പ്രസംഗം തീരുമ്പോഴേക്ക് ഈ മാങ്ങാപ്പഴം കഴിച്ചു തീർക്കണം. കമാൻഡ്മെന്റ്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ കമാൻഡ്മെന്റുകളെല്ലാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങാപ്പഴം കിട്ടി, നിങ്ങൾ ഈ കൽപ്പനയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അല്ലേ? ഈ കൽപ്പനയെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുകയല്ലേ ശരിക്കും? ഓക്കെ, അപ്പൊ മാങ്ങാപ്പഴം തിന്നു തുടങ്ങി. 9 ആകാൻ 1 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, മാങ്ങാപ്പഴം തീർത്തവരെല്ലാവരും കൈവക്കൂ.
നിങ്ങൾ എല്ലാവരും കൈപൊക്കുമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഡയബറ്റീസ് എത്ര ഉള്ളവനും ഒരു മാങ്ങാപ്പഴം കഴിച്ചേക്കാമെന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ തീർത്തു എന്ന് പറഞ്ഞ് കൈപൊക്കിയാലും നിങ്ങളുടെ മാങ്ങാണ്ടി അതുപോലെ കാണും. അല്ലേ? തീർന്നോ ശരിക്കും? ഇല്ല. നമ്മളെന്താ വിചാരിച്ചത്? തീർത്താൽ മതി, പറ്റുന്നിടത്തോളം മതി. പക്ഷെ എന്തായിരുന്നു കമാൻഡ്മെന്റ്? മുഴുവൻ തീർക്കുക. അപ്പൊ പരീക്ഷന്മാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ ആവേശത്തിൽ അതിന്റെ ഞെടുപ്പും തൊലിയും എല്ലാം തിന്നു. പക്ഷെ മാങ്ങാണ്ടി മാത്രം തൊടാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് നീതിമാന്മാരായതുകൊണ്ട് ഞെടുപ്പൊക്കെ വിട്ടു, അത് വിട്ടു. പറ്റുന്നൊക്കെ തിന്നു. പക്ഷെ ഇവിടെ എല്ലാം സംഭവിച്ചത് പ്രമാണങ്ങൾ എല്ലാവരും അനുസരിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഇത് പൂർത്തിയാക്കാനാണ് വന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ എത്ര കടിച്ചാലും പൊട്ടാത്ത ആ മാങ്ങാണ്ടി ഭാഗം ഉണ്ടല്ലോ, സീഡ് ഓഫ് ദ മാംഗോ, അതെടുത്ത് വെളിയിലോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. എന്റെ ദൈവമേ, കടിച്ചാ പൊട്ടാത്ത സീഡ് കൊണ്ടേ കർത്താവ് വെച്ചിരിക്കുക. എന്നിട്ട് കർത്താവ് പറയാം, എന്തിനാ വെച്ചേക്കുന്നറിയോ? എന്തിനാ വെച്ചേക്കുന്നേ? ഞാനേ ഇത് പൂർത്തിയാക്കൂ, നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല. അതുകൊണ്ട് ഞാനിത് പൂർത്തിയാക്കാൻ വന്നതാണ്. ന്യായപ്രമാണത്തിനൊരു ആന്തരിക നിയമമുണ്ട്. ഓക്കെ, അത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും മാങ്ങാണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും തോറ്റുപോകും. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്ന് വിചാരിച്ചു, നിങ്ങൾ 100 രൂപ കൊടുത്തു, നല്ല കാര്യമാണ്, മാങ്ങാപ്പഴമാണ്. മാങ്ങാണ്ടി എന്തെന്നറിയോ? കർത്താവ് നിന്നെ സ്നേഹിച്ച പോലെ അവനെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതിന്റെ സീഡ്. അത് നിങ്ങൾ എത്ര വിചാരിച്ചാലും നിങ്ങൾക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. സന്തോഷമായ? സോ എവ്രി വൺ ഹാസ് ബ്രോക്കൺ ദ കമാൻഡ്മെന്റ്. ഇതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ 1-ാം ഭാഗം. ഓൾ ഓഫ് us ആർ സിൻഫുൾ. നമ്മൾ എല്ലാവരും പാപികളാണ്. നമുക്ക് റോമാലേഖനം 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. 3:9. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുമെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നമ്മളെല്ലാവരും പാപികളാന്ന് മനസ്സിലായോ? ഇന്നെങ്കിലും മനസ്സിലായോ നമ്മളെല്ലാം പോക്കാന്ന്? അത്രയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് സമാധാനമുണ്ട് എനിക്ക്. കാരണം നമ്മളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരില്ലേ? നമ്മളൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നില്ലേ? ഇല്ല. ബൈബിൾ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. അതെന്താ ബൈബിൾ അങ്ങനെ പറയുന്നറിയോ? നമ്മൾ അന്വേഷിക്കുന്നത് ശരിക്കും ദൈവത്തെ അല്ല, നമ്മുടെ പ്രശ്നപരിഹാരത്തെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ദൈവത്തെ നമ്മൾ അന്വേഷിക്കില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ബൈക്കിൽ പോകുന്ന വെച്ചോ, 3 പേരുണ്ട്, ഹെൽമെറ്റ് ആർക്കും ഇല്ല. അപ്പൊ എതിരെ വന്ന് നമ്മുടെ സുഹൃത്ത് പറയണം, അപ്പുറത്ത് വളരെ പോലീസുകാരൻ നിപ്പുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയാണോ, കുറെ നാളായി ഈ ട്രാഫിക് പോലീസിന്റെ മുമ്പിൽ പെട്ടിട്ട്, എന്നാൽ അതുവഴി അങ്ങ് പോയേക്കാം എന്ന് വിചാരിക്കുവോ? അത് ഏതെങ്കിലും ഊടുവഴി രക്ഷപ്പെടുമോ? ഏതെങ്കിലും ഊടുവഴി രക്ഷപ്പെടുള്ളൂ അല്ലേ? അപ്പൊ പാപിയാന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാരുടെ അടുത്ത് ചെല്ലുവോ? ഇല്ല. അപ്പം പാപിയാന്ന് ഉറപ്പുള്ള ഒരുത്തൻ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുവോ? ഒരിക്കലും ചെല്ലിയല്ല. കാരണം ന്യായവിധി നടപ്പാക്കുന്ന ദൈവത്തിന് മുമ്പിലേക്ക് പാപമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റില്ല. ഒരു പോലീസുകാരനെ കള്ളൻ അന്വേഷിച്ച് നടക്കുന്ന പോലെ ഉള്ളൂ ദൈവത്തെ നമ്മൾ അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നത്. ദൈവത്തെ കണ്ടിട്ടുള്ളവരെല്ലാം ബോധം കെട്ട് നിലത്ത് വീഴുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക. പത്രോസ് എന്താ യേശുവിനെ കണ്ടപ്പോ മീൻ പിടിച്ചോണ്ടിരുന്നപ്പം ദൈവത്തെ കണ്ടല്ലേ അവൻ? ഇല്ലാത്ത മീൻ ഉണ്ടായി അവിടെ ആ കടലില്. നമ്മുടെ പ്രസംഗം എങ്ങനെയാണെന്നറിയാമോ? യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ, എനിക്ക് ആ വൈബ്രേഷൻ ഒന്നും അറിയത്തില്ല. വൈബ്രേഷനൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ മതി. നിന്റെ ബിസിനസിനെ അഭിവൃദ്ധിപ്പെടുത്തുന്ന യേശു നിന്റെ പടകിൽ വന്നിട്ടുണ്ട്. എന്താ വൈബ്രേഷൻ, എന്താ ഒരു ബഹളം, എന്താ ഒരു ഹല്ലേലൂയ. പക്ഷെ എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? അത്രയും വലിയ മീൻകൂട്ടം വന്ന് കയറി, ശരിയാണ്. പക്ഷെ അതിൽ ഒരു മീൻ പോലും പത്രോസ് എടുത്തില്ല. പത്രോസ് ആ മീൻ കണ്ടുപോലും ഇല്ല. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഇനി മേലാ ഈ വഴിക്ക് വരല്ലേ. നമ്മളാണെ പറഞ്ഞ എല്ലാം രാവിലെയും പ്രാർത്ഥിച്ചിട്ട് ഇനി ഞാൻ ബിസിനസ്സിന് ഇറങ്ങുള്ളൂ,
കർത്താവേ നിന്റെ ബിസിനസിന്റെ നടുവിലേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് നമ്മളുടെ ബഹളം ഉണ്ടായി. പക്ഷെ പത്രോസ് പറഞ്ഞു, മേലാൽ നീ എന്റെ അടുത്ത് വരരുത്. കാരണം എന്താ? ഞാൻ പാപിയായ ഒരു മനുഷ്യൻ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? എന്താ പത്രോസ് അങ്ങനെ പറഞ്ഞേ? അവൻ മീനല്ല കണ്ടത്. ആ മീൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പത്രോസിന് അറിയാം. അതൊരു ചെറിയ തടാകം. രാത്രി മുഴുവൻ അവൻ അലഞ്ഞ് തിരിഞ്ഞിട്ടും അവിടെ ഒരു മീനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത്രയും മീൻ അതിനകത്ത് വന്നത് ഇവൻ സൃഷ്ടിച്ചതാണ്, അല്ലെ വിളിച്ചു വരുത്തിയതാണ് എന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് അവിടെ കണ്ടത് മീനെയല്ല, ഈ മീനെ ഉണ്ടാക്കിയ ദൈവത്തെയാണ്. മീൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ലായിരുന്നു അവന്റെ പ്രോബ്ലം. അവന്റെ പ്രോബ്ലം, ഞാൻ പാപിയും നീതിമാനായ ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ടവനുമാണ്, കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യുമേ എന്നൊരു നിലവിളിയാണ് അവന്റെ ഉള്ളിൽ വന്നത്. നിങ്ങൾ ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലറി കരയുള്ളൂ. ഒരിക്കലും പറയല എന്റെ മീൻപിടുത്തത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയല്ല, നിലവിളിക്കുള്ളൂ. അല്ലേ? ഇത് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ് വന്നിട്ട് മോനെ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഉടനെ? ഓ കർത്താവെ നോക്കിയിരിക്കുവായിരുന്നു എന്റെ മക്കളുടെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരാം പറയോ? ഇല്ല. നമ്മൾ അലറി നിലവിളിക്കും, എന്റെ കർത്താവേ പാപിയാ എന്നോട് കരുണ ഉണ്ടാകണമേ, ഞാൻ ഒട്ടും നന്നായിട്ടില്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കും. പാവബോധമുണ്ട്. ഇയ്യോബിന് വരെ പാവബോധമുണ്ട്. ഇയ്യോബ് എന്താ അവസാനം പറഞ്ഞത്? ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബ് നീതിമാനായിരുന്നു എങ്ങനെ അറിയുന്നറിയോ? ഇയ്യോബ് പാപിയാണ് പിശാചിന് പോലും അറിയാൻ മേല. സാധാരണ നമ്മൾ പാപികളാണെന്ന് പിശാചിനറിയാം, നമുക്കറിയത്തില്ലെങ്കിൽ. നമ്മൾ ഭയങ്കര നീതിമാന്മാരെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പിശാചിനറിയാം നമ്മൾ ശരിക്കും അവന്റെ കൃത്യമായ കണക്കുണ്ട്. പക്ഷെ ഇയ്യോബിന്റെ കാര്യത്തില് പിശാചിന്റെ ഒരു കണക്കുമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് പിശാച് ചിന്തിച്ചതെന്നറിയോ? ഇയ്യോബ് ഒരു പാവം ചെയ്തിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇയ്യോബ്. അതായത് അപവാദിക്ക് ഒരു അപവാദവും പറയാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ. എന്നിട്ട് ആ ഇയ്യോബ് കർത്താവിനെ കണ്ടപ്പോ എന്താ പറയുന്നറിയോ? ഞാൻ ഇന്നേ വരെ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇയ്യോബിന്റെ അവസ്ഥ അതാണ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്റെ സഹോദരൻ? ഡു വി എക്സ്പെക്ട് ടു സ്റ്റാൻഡ് ബിഫോർ ഹിം? നമുക്ക് നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് ദൈവത്തെ അന്വേഷിച്ച് നടന്നു, ദൈവം എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയും ഇല്ലാതെ പറയാം. ഇപ്പൊ ദൈവത്തെ ശരിക്കും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ? എന്ത് വ്യത്യാസം നമുക്ക്! ദൈവം നമ്മളൊരു കാര്യം പറഞ്ഞ് നമ്മൾ അനുസരിച്ച് തുള്ളിക്കൊണ്ട് അനുസരിക്കും. പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന ആരെയെന്നറിയോ? ദൈവത്തെ അല്ല, നമ്മൾ അന്വേഷിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെയാണ്. നമ്മൾ പറയാണ്, എന്റെ മക്കളെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം ആരുടെ സൈഡായിരിക്കും അറിയോ? ദൈവം നമ്മുടെ സൈഡ് തന്നെ എപ്പോഴും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമല്ലേ? പിന്നെ എന്തുകൊണ്ട് അതൊക്കെ നടക്കാത്തെന്നറിയോ? പിശാച് നിങ്ങൾക്ക് എതിരായതുകൊണ്ട്. ദൈവത്തിന് ആരുടെ സ്വഭാവമോ? എക്സാക്ട്ലി നിങ്ങളുടെ സ്വഭാവമല്ലേ? നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അത് തന്നെയല്ലേ ദൈവം ചിന്തിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇതുവരെ നന്നാകാത്ത, ഭർത്താവ് ഇതുവരെ നന്നാകാത്തതിനെ കുറിച്ച് വിഷമിച്ചിരിക്കുമല്ലേ? അല്ലെ? അതുപോലെ തന്നെയല്ലേ ദൈവം ചിന്തിക്കുന്നത്? ശോ, ഇവന് ഇതുവരെ നന്നായില്ലല്ലോ. ശരിക്കും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയല്ലേ ദൈവം ചിന്തിക്കുന്നത്? ശരിക്കും നമ്മൾ ആരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേക്കുന്നു? നമ്മളെ തന്നെ. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ചാൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതമാണ് ബ്രദറെ എന്നൊക്കെ പറയുന്നത്. കല്യാണം നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയത്തില്ല, ദൈവഹിതമാണ് ബ്രദറെ, ദൈവം നടത്തി. എങ്ങനെ നടത്തുന്നറിയോ? ഒരേ ജാതിയിൽപ്പെട്ടവര് അതേ ജാതിയിലുള്ളവർ, ഒരേ പൈസ ഉള്ളവരെ അതേ രീതിയിൽ പൈസ ഉള്ളവർ. ദൈവം അങ്ങനെയാണോ കല്യാണം ആലോചിക്കുന്നത്? ആണോ? എന്റെ പ്രിയ സഹോദരൻ, ഇതൊന്നും ദൈവമല്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ പ്രൊജക്ഷൻസാണ്. ദൈവം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ജീവനോട് ഇരിക്കത്തില്ല. അത്ര ഭയങ്കരമായിട്ട് നമ്മൾ പാപബോധം ഉണ്ടായി നിലവിളിക്കും. നിങ്ങൾക്ക് നുറുക്കപ്പെടുന്ന ഒരു ഹൃദയമില്ലെങ്കിൽ, പാപബോധം, ഞാനാണ് പാപി എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടൊന്നുമില്ല. ഒന്നുകൂടെ പറയണം, നിങ്ങൾക്ക് ശരിക്കും ഒരു നുറുങ്ങിയ ഹൃദയമില്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവൻ പാപി, ദൈവൻ മഹാ പ്രശ്നക്കാരൻ എന്ന് തോന്നുന്നതിന് പകരം ഇവരെക്കാളൊക്കെ വലിയ പാപി ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, അപ്പൊ നിങ്ങൾ വിചാരിക്കൂ, പാസ്റ്റർ അല്ലേ പറഞ്ഞേക്കും ഞാനാണ് വലിയ പാപി എന്ന്. ഞാനെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. അവനവൻ
ഞാനാണ് ഏറ്റവും വലിയ പാപി, കഠിന ശിക്ഷയ്ക്ക് അർഹൻ, രക്ഷപ്പെടാൻ കഴിയാത്തവൻ എന്ന് എനിക്ക് ബോധ്യം വരുമ്പോൾ മാത്രമാണ് എനിക്ക് ദൈവഭയം ഉണ്ടായി, ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ദൈവത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പാപങ്ങൾ മനസ്സിലാവുള്ളൂ. വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലതായിരിക്കും. പക്ഷെ കർത്താവ് നമുക്ക് വെളിപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ എത്ര നീതി പ്രവൃത്തി ചെയ്താലും അവന്റെ മുമ്പിൽ പാപിയാണെന്നും, എന്റെ ഉള്ളിലെ ചിന്തകളൊന്നും വിശദീകരിക്കപ്പെട്ടതല്ലെന്നും, എന്റെ ചിന്തകൾ വേറെ വല്ലവരും വായിച്ചാൽ എന്നെ തല്ലിക്കൊല്ലുമെന്നും, കർത്താവ് അത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നിട്ടും എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്നും എനിക്ക് മനസ്സിലാകുമ്പോഴാണ് ഇതെല്ലാം വെറും കരുണയാണെന്ന് എനിക്ക് ബോധ്യം വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒന്നാമത്തെ തട്ടെന്ന് പറയുന്നത് റോമാലേഖനം 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. നമ്മുടെ പാപം എന്താണ് എന്ന് ഈ അധ്യായങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ദ ഡെപ്ത് ഓഫ് അവർ സിൻഫുൾനെസ്, ഹൗ സിൻഫുൾ വി ആർ. അടുത്ത വാക്യത്തിൽ പറയുന്നത് 19-ാം വാക്യം പറയുന്നത് നോക്കിയേ, ന്യായപ്രമാണം പറയുന്നതല്ല. ഇപ്പൊ ഒരു കൊട്ടേഷനാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നുള്ള വാക്യം ഒരു കൊട്ടേഷന് കിടക്കുന്ന വാക്യങ്ങളാണ്. ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു. അപ്പൊ ഈ കൊട്ടേഷൻ ആരോട് സംസാരിച്ചത്? പ്രമാണം കയ്യിലുള്ളവരോട്. പ്രമാണം കയ്യിലുള്ളവർക്ക് ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ നീതിമാന്മാരാണ്, മറ്റുള്ളവരല്ലെന്ന്. പൗലോസ് പറയാണ്, യഹൂദനായാലും കണക്കാ, യവനായാലും കണക്കാ, പ്രമാണം ഉള്ളവന് കണക്കാണ്, പ്രമാണം ഇല്ലാത്തവന് കണക്കാണ്, എല്ലാം ഒരുപോലെ പാപികളാണ്. ന്യായപ്രമാണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ വാ തുറന്നിരുന്ന ആരുടെ? യഹൂദന്മാരുടെ. അവരാ നീതിമാന്മാർ, ഞങ്ങൾ നീതിമാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വായു അടഞ്ഞു. കാരണം ന്യായപ്രമാണം ആരോടാ പറഞ്ഞത്? അവരോടാ പറഞ്ഞത്, നിങ്ങളും പോക്കാം. അപ്പൊ ലോകത്തിലുള്ള സകല വായു അടഞ്ഞു, സകല വായു അടഞ്ഞു. ഓക്കെ, അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകം ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? സകല വായു അടച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയാണ് ദൈവം സകല വായു അടച്ചു കളഞ്ഞെന്നറിയോ? ഈ സകല വായു അടഞ്ഞില്ലെങ്കിൽ, സകല വായു അടഞ്ഞില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല, ദൈവത്തിന് നീതിമാനാകാൻ പറ്റില്ല. ഞാൻ അതിന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഒരുവിധം നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഒരു 5 മിനിറ്റോടെ അങ്ങനെ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ സാധാരണഗതിയിൽ എങ്ങോട്ടേ പോവുള്ളൂ? സ്വർഗത്തിലേക്കേ പോവുള്ളൂ. ഞാൻ ഡീസന്റ് ആണല്ലോ. നല്ല മനുഷ്യർ സ്വർഗത്തിൽ പോകുന്നല്ലേ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. നമ്മൾ ചിലരെ കുറിച്ച് പറയില്ല, അവനൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്ന്, ഇല്ലേ? അവൻ അവൻ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോകുന്നത്? ചില ആൾക്കാരെ കുറിച്ച് അങ്ങനെയും പറയും. നമ്മൾ നല്ല ആൾക്കാരെല്ലാം സ്വർഗത്തിൽ പോകുന്ന ഒരു ചിന്തയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അതാ പഴം തിന്നതിന്റെയാണ്. ഏത് പഴമാ? പാളയംകോടനല്ല. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും കഴിച്ച പഴം നമ്മളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നതിന് അടയാളമാണ് ഈ മനുഷ്യരെ വിധിക്കുന്നത്. നമ്മൾ തൂക്കി നോക്കും, നന്മയും തിന്മയും എപ്പോഴും തൂക്കി നോക്കിക്കൊണ്ടിരിക്കും. ഒരു വസ്ത്രം കണ്ടാലും നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് നന്മതിന്മകളുടെ ഒരു അനാലിസിസ് ഉണ്ട്. ആ പഴം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ അങ്ങനെ. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് കർത്താവ് എന്ന് പറയുന്ന അടിസ്ഥാനപ്പെടുത്തിയല്ല, എന്താ നല്ലത് എന്താ ചീത്ത നോക്കിയാൽ. ആ പഴത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ആ പഴം നമ്മൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തായിരിക്കും? നമ്മൾ എപ്പോഴും നല്ലത് ഏത് ചീത്ത ഏതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുവിധം ഡീസന്റ് ആയതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന വെച്ചു, അതാണ് ശരിയെന്ന് വെച്ചു. ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്ന വഴിക്ക് വേറൊരുത്തിനെതിരെ നരകത്തിലോട്ട് പോകുന്നു. അപ്പൊ ഞാനോട് പറയാം, കണ്ടോടാ, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ട് ഞാനിപ്പോ സ്വർഗത്തിൽ പോകുന്നു, മോശമായിട്ട് ജീവിച്ച് നരകത്തിൽ പോകുന്നു. അവൻ പറയാണ് ദൈവത്തോട്, ദൈവം ഇവൻ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ജനിച്ച വീട്ടിലല്ല ഞാൻ ജനിച്ചത്. ഇവൻ ജനിച്ചപ്പോഴും ഇവന്റെ പേരൻസ് ഇവന് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു, നല്ല അടി കൊടുത്ത് വളർത്തി, സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു, വിദ്യാഭ്യാസം ഉണ്ടായവൻ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിച്ചു, മര്യാദകൾ പഠിച്ചു. എനിക്ക് നോക്കാൻ, എന്നെ നോക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ തെരുവിൽ വളർന്നു. അവിടുത്തെ തെരുവ് ഗുണ്ടകളുമായിട്ടായിരുന്നു എന്റെ കൂട്ട്. ഞാൻ ചെറുപ്പത്തിലെ കഞ്ചാവും മയക്കുമരുന്ന് അടിച്ച് അതിന് അഡിക്റ്റ് ആയിപ്പോയി. എനിക്ക് എന്റെ ജീവിതത്തിൽ ആരുടെ സ്നേഹം ഉണ്ടായില്ല. ഞാൻ സർവൈവലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന തെരുവിലെ പാഠങ്ങളാണ് പഠിച്ചത്. കർത്താവെ, ഞാൻ അനുസരണക്കേട് കാണിച്ചു നിനക്ക് എന്നെ എങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാൻ ചേസിന്റെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ അവനേക്കാളും നല്ലവനായിരുന്നു. അവൻ എന്റെ അടുത്തും ഞാൻ അവന്റെ അടുത്തും ജനിച്ചിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ നേരെ, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഞാൻ ജനിച്ച വീട്ടിൽ വേറൊരുത്തൻ ജനിച്ചു. ഓക്കെ, ഞാൻ അവന്റെ വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിൽ നമ്മൾ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കും. സമ്മതിച്ചു? അപ്പൊ കർത്താവ് അവനോട് എന്ത് പറയുമായിരിക്കും? കർത്താവ് പറയില്ലേ, എന്നെ എന്തുകൊണ്ട് ചേസിന്റെ വീട്ടിൽ ജനിപ്പിച്ചില്ല? എനിക്ക് എന്തുകൊണ്ട് ആ നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഗുരുഭൂതന്മാരെ അല്ലെങ്കിൽ പേരൻസിനെ തന്നില്ല?
എന്നിട്ട് ഈ വയസ്സനം കാലത്ത് ഞാൻ അനുസരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നരകത്തിലിടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ത് പറയുന്നറിയോ? എന്ത് പറയുന്നറിയോ? ഇതായിരിക്കും പറയുന്നത്. എങ്ങനെ ദൈവം നീതിമാനാകുന്ന അവിടെ? കർത്താവ് പറയാ, നീയും കണക്കാ, ചേസും കണക്കാ, എല്ലാം വായി ഞാൻ അടച്ചിരിക്കുക, ഒരുത്തനും ഒന്നും പുകഴാനില്ല, ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു നല്ല വാക്ക് ഞാൻ അവനോടും പറയുന്നുണ്ട്, അതേ നല്ല വാക്ക് ഞാൻ നിന്നോടും പറയുന്നുണ്ട്, ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചാൽ നിന്നെ രക്ഷിക്കാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഞാൻ നിന്നെ രക്ഷിക്കാം. അത് ചേസിനും അതേ വാക്തത്വം തന്നെയാണ്. അപ്പൊ ലോകത്തിലുള്ള സകലരും രക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരും ഒരുപോലെ ആക്കി. ഒരുപോലെ ആക്കാൻ കർത്താവ് എന്താ ചെയ്തത്? ന്യായപ്രമാണത്തിന്റെ മാങ്ങാണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ടങ്ങ് വെച്ചു, കടിച്ചു തിന്നിട്ട് വാറാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പല്ലുകൂട്ടി, എല്ലാവരും നിരാശരായി, എല്ലാവരും തകർന്നു. അതിൽ രക്ഷിക്കപ്പെടാനുള്ളവർ മാത്രം കർത്താവിനെ നോക്കി നീതിക്കായി നിലവിളിച്ചു, അവർ രക്ഷപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ പാപബോധം എന്ന് പറയുന്ന അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. എ സെൻസ് ഓഫ് അവർ സിൻഫുൾനെസ്. അടുത്ത് നോക്കിയേ. അങ്ങനെ ഏതുവായി മറിഞ്ഞ സർവ്വലോകം ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാരണം എന്താ? ന്യായപ്രമാണം എന്താ പറയുന്നത്? നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. ഇപ്പൊ ന്യായപ്രമാണം എന്തിനാ നമുക്ക് വരുന്നത്? പാപത്തിന്റെ പരിജ്ഞാനം തരാൻ വേണ്ടി. നമ്മൾ എന്തുമാത്രം പാപികളാണെന്നാണ് ന്യായപ്രമാണം നമ്മളെ കാണിച്ചു തരുന്നത്. ഇത്ര നേരം പ്രമാണം കുറച്ച് ഡീപ്പായിട്ട് വായിച്ച് അതിനകത്ത് മാങ്ങാണ്ടി ഭാഗം, സീഡ് ഭാഗം എടുത്ത് വെളിയിലോട്ട് ഇട്ടപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? പാവബോധമല്ലേ തോന്നിയത്? നമ്മളെല്ലാം പാപികളാന്നല്ലേ മനസ്സിലായത്? ഇപ്പൊ ന്യായപ്രമാണം ശരിക്കും വായിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കുമെന്നല്ലേ തോന്നുള്ളൂ. കർത്താവെ, ഞാൻ ഒന്നും അനുസരിച്ചിട്ടില്ല എന്നല്ലേ തോന്നുള്ളൂ. കർത്താവ് നമുക്ക് തരുന്ന മാനസാന്തരം എന്താണെന്നറിയാമോ? അത് ഇനി മേലിൽ ഞാൻ തെറ്റ് ചെയ്യൂല കർത്താവെ തന്നെ. തിരിച്ചാ, കർത്താവെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ, പക്ഷെ കർത്താവെ എന്നെ ഒന്നിനും കൊള്ളുകയില്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഉപേക്ഷിക്കുന്നു. കർത്താവെ, നീ എന്നെ എങ്ങനെ വേണേലും അടിച്ചു രക്ഷിച്ചോ, ഞാൻ എന്നെ നിന്റെ കയ്യിലേക്ക് തരുന്നു. എന്റെ പ്രവൃത്തികളെ ഞാൻ കൈവിടുന്നു. കർത്താവെ, നീ എന്നെ രക്ഷിക്കണമേ, എന്നെ പാപം ചെയ്യാതെ നീ എന്നെ രക്ഷിക്കണേന്ന് ഞാൻ കർത്താവിനോട് നിലവിളിക്കുന്നതാണ് മാനസാന്തരം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ കഴിവുകളെ ഞാൻ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് കർത്താവിന്റെ ധനത്തെ ആശ്രയിക്കാൻ തുടങ്ങുന്നതാണ്. എന്റെ രാജ്യത്തെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലാതെ നാളെ മുതൽ ഞാൻ നന്നായിക്കോളാം എന്ന് പറയുന്നതല്ല. എന്നെ കൈവിട്ട്, എന്നെ ക്രൂശിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ നേടുന്നതാണ്, കർത്താവിങ്കിലേക്ക് നോക്കുന്നതിനെയാണ് മാനസാന്തരം. എന്റെ പഴയ മനുഷ്യൻ മരിക്കുന്നതാണ് മാനസാന്തരം. ഐ ഡൈഡ്, ഐ വാസ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രൂശാണ് നമ്മുടെ മാനസാന്തരം. ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ എന്ത്? ഞാൻ മരിച്ചു. മാനസാന്തരം. ഐ എം നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് മൈ എബിലിറ്റീസ്, ടാലൻസ് ഓർ എനിത്തിങ്. നമ്മൾ ചില ആളുകൾ ഭയങ്കര ടാലന്റ് ഉള്ളവരാണ്. പിള്ളേരെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ ടാലന്റ് ഉള്ളവരാക്കി മാറ്റും. പിന്നെ ടാലന്റ് പരിശോധനയ്ക്ക് വിടും. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ടാലന്റ് പരിശോധന. നിങ്ങളുടെ ഒരു പ്രതീക്ഷ പ്രായമാകുമ്പോൾ ഇവനെയൊക്കെ വർഷിപ്പ് ലീഡർ ആക്കാം, എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറ്റി വിടാമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നറിയാം? അവൻ കഴിവുള്ളവർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതെന്തായി മനുഷ്യൻ പറഞ്ഞു വരുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് ഒരുത്തൻ്റെയും കഴിവ് വേണ്ട. അവൻ തകർന്ന ഹൃദയമുള്ളവരെ മാത്രം ഉപയോഗിക്കുള്ളൂ. ഒരു കഴിവും ദൈവം ഉപയോഗിക്കുക. നിങ്ങൾ വെറുതെ ടാലന്റ് പരിശോധിച്ച് പിള്ളേരെ വെറുതെ മത്സരികളാക്കി മാറ്റണ്ട. അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഞങ്ങളിൽ ആർക്കാണ് നല്ലപോലെ പാടാൻ കഴിവുള്ളത്, എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹം, എത്ര മനോഹരമേ എന്നൊരുത്തം പാടുന്നത് എന്തിനാണെന്നറിയോ? ആ സ്നേഹം ഓർത്തിട്ടല്ല, അവനേക്കാൾ നല്ലപോലെ ഞാൻ പാടുമെന്ന് അറിയാൻ വേണ്ടി. ഇവര് വലുതാകുമ്പോൾ കൗൺസിലിലും മത്സരിക്കും, വേണേ പഞ്ചായത്ത് ഇലക്ഷനിലും മത്സരിക്കും. കാരണം ചെറുപ്പത്തിലെ നമ്മൾ അവരെ പഠിപ്പിച്ചേക്കുന്ന മത്സരിച്ച് ജയിക്കാൻ.
പണ്ട് ഞാനിത് പ്രസംഗിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് 2 പിള്ളേർ ഒറ്റ കരച്ചിൽ. ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ പിള്ളേരെ കരഞ്ഞു ചോദിച്ചപ്പോൾ, ഇനി എൻ്റെ അപ്പനമ്മ എന്നെ പാട്ടുപാടാൻ മത്സരത്തിന് വിടത്തില്ലെന്ന്. എങ്ങനെയാ നമ്മൾ മത്സരിച്ച് പ്രസംഗിക്കാനൊക്കെ പഠിപ്പിച്ചത്? നിങ്ങൾ ആലോചിച്ച് 2 പാസ്റ്റർമാർ മുതിർന്നവർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മത്സരിച്ച് പ്രസംഗിച്ചാൽ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് നിങ്ങൾ മാർക്ക് ഇടാനിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇതൊക്കെ എങ്ങനെ നമ്മൾ പഠിച്ചു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ പിള്ളേരെ മത്സരിപ്പിക്കും. അവർ വലുതാവുമ്പോൾ മത്സരികളായി മാറുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ട്? ഈ സഹോദരങ്ങളെ, താലന്ത് ദൈവം ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഞാൻ തെളിവുകൂടെ പറയാം. പത്രോസും പൗലോസും 2 ശിഷ്യന്മാർ കർത്താവിന് പ്രധാനമായുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാനായിരുന്നു കർത്താവിന്റെ സ്ഥാനത്തെങ്കിൽ പത്രോസിനെ ഒരിക്കലും യഹൂദന്മാരുടെ വിടുകയില്ല. കാരണം യഹൂദന്മാർ സെന്നിദ്രിയൻ സംഘം നല്ലപോലെ നിയമങ്ങൾ അറിയാവുന്നവരോട് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് സകല യഹൂദ നിയമങ്ങളും പഠിച്ച പൗലോസാണ് അവിടെ സംസാരിക്കാൻ മിടുക്കൻ, അല്ലെ? പത്രോസിനെ നമ്മൾ എങ്ങോട്ട് വിടുള്ളൂ? കൊരിന്തിയുടെ അടുത്തേക്ക്. അതിൽ ചില പാസ്റ്റർമാർക്ക്, അല്ല ചില ഗൾഫിലേക്ക് സഭകൾ, ഞങ്ങൾക്ക് MD ഉള്ള പാസ്റ്ററെ മതി, ഞങ്ങൾക്ക് പത്രോസ് വേണ്ട എന്ന് നേരത്തെ പറയുന്നത്. കാരണം കഴിവുള്ളവരെ മതി ആൾക്കാർ, കൃപയുള്ളവരെ വേണ്ട. കർത്താവ് എന്താ ചെയ്തത്? പത്രോസിനെ പിടിച്ച് സെന്നിദ്രിയൻ സംഘത്തിന് നടുവിലോട്ട് വിട്ടു. സുവിശേഷം പറയടാ മോനെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഇവൻ എന്തെങ്കിലും അറിയാവോ നിയമം? ഒന്നും അറിയാൻ മേല. വാ തുറന്ന് നിൽക്കുമ്പോ കർത്താവ് എന്ന് പറഞ്ഞോളൂ. അതുപോലെ പൗലോസിനെ അവിടെ വിടുന്നതിന് പകരം കർത്താവ് എവിടെ വിട്ടു? ഒരു വകയെ മനസ്സിലാത്ത ബർബരന്മാരുടെ ഇടയിൽ വിട്ടു. പൗലോസ് പറയാ, ഭോഷത്വം പ്രസംഗിച്ച് മടുത്തു. കാരണം നല്ല ശൈലിയായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. ഞങ്ങളൊരു മിഷണറി ഉണ്ട്, ഇറാഖിൽ മിഷണറി വർക്ക് ചെയ്യുന്നത്, കാനഡയിൽ വർക്ക് ചെയ്യുന്നത്, ക്വിറ്റ് ചെയ്തിട്ട് ഇറാഖിൽ മിഷണറി ആയിട്ട് പോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു പോകാൻ നേരത്തെ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും പറയാൻ അറിയത്തില്ല. കാനഡയിലെ ആൾക്കാരൊക്കെ പറയുന്ന ഒരു ഇംഗ്ലീഷ്, ഒരു ടീമാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം ഇറാഖിൽ സ്ഥിരമായി. അപ്പൊ എന്റെ ഇംഗ്ലീഷ് ചേട്ടാ മോശം ഇംഗ്ലീഷ് ആയിരുന്നു, ശരിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇറാഖിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് ഈ ഇംഗ്ലീഷേ മനസ്സിലാവുന്നു, ഈ കാനഡക്കാരുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കാനഡക്കാര് ശരിക്കുള്ള ഇംഗ്ലീഷ് പറയും, ഈ ബ്രദർ പിന്നെ അത് ഇറാഖികൾക്ക് മനസ്സിലാകുന്ന പുള്ളിയുടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവസാനം ഇദ്ദേഹത്തിന് മാത്രമേ അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു. അപ്പൊ ദൈവത്തിന് സത്യം പറഞ്ഞാൽ ഈ ബലഹീനന്മാരെ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ അവർ പറയും, കർത്താവേ നിനക്ക് സ്തോത്രം, ഒന്നും പറ്റാത്ത എന്നെ കൊണ്ട് നീ ഇത് ജയിപ്പിച്ചല്ലോ എന്ന് പറയും. അതുകൊണ്ട് ടാലന്റ് ഉള്ളവനെ ഉപയോഗിച്ചാലോ? ദൈവത്തിന് ഏതായിരിക്കും ഇഷ്ടം? എപ്പോഴും ബ്രോക്കൺ ആൾക്കാരെ മാത്രം ദൈവം ഉപയോഗിക്കുള്ളൂ. പാവത്തെക്കുറിച്ച് പറയാനാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാനാണെങ്കിലും. അതുകൊണ്ടാണ് മോശയെ വിളിച്ചത്. മോശ വിളിച്ചപ്പോഴേ അവൻ ബ്രോക്കണ. അവൻ പറഞ്ഞു, എനിക്ക് തടിച്ച നാവാണ്, എന്നെ കൊണ്ട് പറ്റുന്ന ആളല്ല ഞാൻ, വേറെ ആരെയെങ്കിലും വിളി. യിരെമ്യാവിനെ വിളിച്ചു, ഞാനൊരു കൊച്ചല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പത്രോസിനോട് പറയും, പോ എന്നെ വിട്ടിട്ട്. കാരണം ഇതെല്ലാം തകർന്നു നുറുങ്ങിയ അവസ്ഥയില്ല. ഇവിടെ എനിക്കൊരു 15 മിനിറ്റ് പ്രസംഗിക്കാൻ തന്നാൽ എന്താ കുഴപ്പം? എന്റെ ഉള്ളിൽ പ്രസംഗം ഇങ്ങനെ തള്ളി തള്ളി നിൽക്കുമല്ലേ. അഹങ്കാരം അത്. എനിക്കൊരു ശുശ്രൂഷ തരാമോ? ഞാൻ ഉള്ള സത്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്ന് 7:30 ഇവിടെ ജോയിൻ ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞ വിഷമിച്ചും ടെൻഷൻ അടിച്ചും തന്നെ ഇരിക്കുന്നത്. എനിക്ക് ആഗ്രഹം ഒരു പാട്ട് പാടി 5 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗിച്ചാൽ മതി, അത്ര സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടി അറിയില്ല പ്രസംഗിക്കും. ഞാൻ എത്ര പ്രസംഗിക്കുന്നത് എനിക്ക് തന്നെ അറിയാമേ. പക്ഷെ ഇപ്പോഴും വചനം എടുത്തുകൊണ്ട് നിൽക്കണം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇനി ഇത് കഴിയുമ്പോൾ ഓർമ്മയോടെ ഉണ്ട്. ഞാൻ ഇവിടെ ഉള്ളിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവെ 9:30 ആകുമ്പോൾ അടുത്ത പ്രസംഗം ഞാൻ എന്ത് ചെയ്യും? നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു പ്രസംഗിക്കാൻ. അന്ന് ഞാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് തന്നെ സെക്കുലർ പ്രസംഗങ്ങൾ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തകർന്നവരും ഒന്നും ഇല്ലാത്തവരുമായിട്ട് മാറണം. നമ്മുടെ ടാലന്റുകൾ എടുത്ത് ദൈവത്തിന് മുമ്പിലേക്ക് വെക്കരുത്. ഒന്നുമില്ല എന്ന് എന്റെ ഉള്ളം പറയണം. ചുമ്മാ ഡയലോഗ് അടിച്ചാൽ പോരാ, എന്റെ അകത്തുനിന്ന് തകർക്കപ്പെടണം. ഞാൻ കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്ത് ചെയ്താലും നിന്റെ മഹത്വമാണ്, എനിക്ക് ഒരു കഴിവില്ല. എന്റെ പ്രാർത്ഥന പോലെ ചിലർ പ്രാർത്ഥന വെച്ചങ്ങ് ഗ്ലോറി എടുക്കും.
ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ബ്രദറെ, അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു സൗഖ്യം വരുന്നത്. അപ്പൊ പുള്ളിയുടെ പ്രാർത്ഥനയാണ് അവിടുത്തെ ഹീറോ, ദൈവമല്ല. നിങ്ങൾക്കൊരു ഒരു സാധാരണ ഡിസിപ്ലിൻ, അതായത് പ്രാർത്ഥന, ഉപവാസത്തെ ഒക്കെ ഹീറോ ആക്കി മാറ്റാൻ പറ്റും. അതിന് മഹത്വം കൊടുക്കാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതുകൊണ്ടാണ്. അപ്പൊ ബാക്കിയുള്ളവർ അതറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം കേട്ടത്, അതൊരു മഹത്വമാക്കി മാറ്റി. എന്റെ പ്രെയർ, എന്റെ ഫാസ്റ്റിംഗ്, എന്റെ സ്പിരിച്വൽ അഭ്യാസം, എന്റെ പ്രസംഗം, ഇവിടെ ഒന്നും തകർക്കപ്പെടാത്ത ജഡമാണ് അലറി വിളിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. കാരണം ഇതിന്റെ മാങ്ങാണ്ടി ആർക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ പാപത്തിന്റെ ബോധം അത്രേ വരുന്നത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മളെല്ലാം പോക്കാണ്. അവിടെയാണ് നമ്മൾ അപ്പോസ്തല ഉപദേശത്തിന്റെ 1-ാം ഭാഗം എത്തുന്നത്. നിങ്ങളൊരു ആശ്വാസം ഇല്ലാതെ ഞാൻ പറഞ്ഞു വിടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്ത വാക്യം കൂടെ വായിക്കാം, ഒത്തിരി ആശ്വാസം കിട്ടും. 21-ാം വാക്യം. ഇപ്പോൾ ദൈവത്തിന്റെ നീതി, ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നാളെ ഇത് വിശദീകരിക്കേണ്ടി വരും. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തോടുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എല്ലാരെയും പാപത്തിൽ അടച്ചു കളഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? പുതിയൊരു നീതി സ്ഥാപിച്ചു. ആ പുതിയൊരു നീതി എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതിയായിരുന്നു. ആ നീതി ദൈവം നമുക്ക് സ്ഥാപിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. ന്യായപ്രമാണത്താൽ അല്ലാത്ത ഒരു നീതി. ന്യായപ്രമാണത്തിലെ നീതിയുടെ പ്രശ്നം എന്താ? നമുക്ക് സ്വയനീതി ഉണ്ടോ? നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഗമയുണ്ടാവും. എന്നാൽ വിശ്വാസത്താലുള്ള നീതി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തതായിട്ട് തോന്നൂല. പക്ഷെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ സ്വർഗത്തെ അവകാശമാക്കും. അങ്ങനെ ദൈവം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നീതിയെ വെളിപ്പെടുത്തി. വേറൊരു ഭാഷ ഞാനിത് പറയാം, മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ നീതിയെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസമാണ് ഉണ്ടാകുന്നത്, പ്രവർത്തിക്കണം എന്നാണ് തോന്നുന്നത്. പ്രവർത്തിക്കണം എന്നല്ലേ തോന്നുന്നത്? ഏത് മനുഷ്യന്റെ നീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടാലും അങ്ങനെ ആകണം. ഇപ്പൊ മിഷണറിമാരുടെ ജീവിതം അതൊന്നും നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ പിള്ളേരോട് പറയാറില്ല. ഇനി അങ്ങനെ എങ്ങാനും പോയാൽ നമ്മുടെ പ്ലാനുകളെല്ലാം മാറിയും. അതുകൊണ്ട് നമ്മളിപ്പോ മിഷണറിമാരുടെ കാര്യമൊന്നും പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറില്ല. ഇനി അഥവാ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയും, മോനെ ഇങ്ങനെ ആകണം. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മോനെ ഇങ്ങനെ ആകണം കേട്ടോ നീയും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിന്റെ നീതി കേട്ടിട്ട് എന്നാ പിന്നെ നാളെ തൊട്ട് ഞാൻ എന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയാൻ പോകുന്നു പറഞ്ഞ് കത്തി അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ യേശുവിനെ കുറിച്ച് കണ്ടവനും കേട്ടവനും അറിഞ്ഞവനും ദൈവത്തെ അറിഞ്ഞ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായത് എന്താണെന്നറിയാം? കർത്താവേ എന്നെ രക്ഷിക്കണേ എന്നുള്ള അലർച്ചയാണ്. അങ്ങനെ നമ്മളെ പാപബോധമുള്ളവരാക്കി മാറ്റുക കർത്താവ് ചെയ്തത്. ചെയ്യാമെന്നുള്ള തോന്നലല്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള നിലവിളിയാണ് ഈ നീതിയുടെ മുമ്പിൽ മനുഷ്യനുണ്ടാകുന്നത്. എന്നിട്ട് പറയാം, അപ്പൊ കർത്താവ് നമ്മളോട് പറയും, നിന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, പക്ഷെ ഞാൻ നിന്നെ കൊണ്ട് പറ്റിപ്പിക്കും, സാധിപ്പിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി. ആരാ നമ്മളോട് പറഞ്ഞേക്കുന്നത് സാധിപ്പിക്കുമെന്ന്? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം പറയാണ്, ഞാൻ ആണയിട്ട് പറയുന്നു, നിന്നെ ഞാൻ നന്നാക്കിയിരിക്കും. ഞാൻ അത് രണ്ടും കൽപ്പിച്ച് അങ്ങ് വിശ്വസിക്കുകയാണ്. ഞാൻ ഒന്നും കാണുന്നില്ല, അബ്രഹാം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു ഗുണവും കാണുന്നില്ല. പക്ഷെ ഞാൻ ഇത് രണ്ടും കൽപ്പിച്ച് അങ്ങ് വിശ്വസിക്കുകയാണ്, എന്നെ അവൻ കൊണ്ടുപോയിരിക്കും. അതവൻ വാക്ക് പറഞ്ഞതാണെങ്കിൽ അവൻ അത് സാധിപ്പിക്കും. അല്ലാതെ അടുത്ത വർഷം എന്റെ ജോലി ശരിയാവുന്നുള്ള വാക്തത്വം അല്ല ബൈബിളിൽ കിടക്കുന്നത് കേട്ടോ. നിങ്ങളെ തേജസ്സോടെ കർത്താവിന് മുമ്പിൽ നിർത്തും എന്ന വാക്തത്വം. ആ വാക്തത്വം ദൈവം നിറവേറ്റുമോ? നിറവേറ്റും. അതിന് ദൈവത്തിനൊരു പണിയുണ്ട്. ആ പണിയെയാണ് നമ്മൾ ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ അടുത്ത ഭാഗം കാണാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് ഒഴുകി പോകാൻ നമുക്ക് തോന്നും. പക്ഷെ അതുകൊണ്ട് നമ്മൾ കേട്ടതെല്ലാം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പിന്നെ നമ്മൾ പഠിച്ച പാഠം നമ്മുടെ പാപത്തെക്കുറിച്ചാണ്. ദൈവം നമ്മളെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നാളെ ചിന്തിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വചനം തന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവ് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്ഷ എന്താ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഞങ്ങൾക്ക് യഥാർത്ഥ പാവബോധം തരണം. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ